ഹലോ ഫ്രണ്ട്സ്, IQ ഫിസിക്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ജഷീല, ടാലൻറ്റ് പ്ലസ് ട്യൂഷൻ സെൻറ്ററിൻ്റെ ഡയറക്ടറാണ്. നമ്മുടെ കെമിസ്ട്രി എക്സാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് കെമിസ്ട്രി എക്സാമിന് പോകുമ്പോൾ പ്രധാനമായും നമ്മുടെ കുട്ടികൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേഖല ഏതൊക്കെയാണ് എന്നതാണ്. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയ ചില ഭാഗങ്ങളാണ്. അതായത് എക്സാമിന് വരാൻ സാധ്യതയുള്ള ചില ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. സം ബേസിക് കൺസെപ്റ്റ് കെമിസ്ട്രിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ് ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷനിൽ നമുക്ക് പഠിക്കാനുള്ളത് പ്രധാനമായും 5 ലോസാണ്. ഒന്നാമത്തത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, രണ്ടാമത്തത് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ, മൂന്നാമത്തത് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ, 4 ഗേ-ലൂസാക്സ് ലോ, 5 അവഗാഡ്രോസ് ലോ. ഈ 4 ലോസ് എക്സാമിന് പോകുന്ന ഓരോ കുട്ടികളും നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. അതിനുശേഷം രണ്ടാമതായി നിങ്ങൾ എന്തായാലും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ എംപെരിക്കൽ ഫോർമുല, അതുപോലെ തന്നെ മോളിക്കുലർ ഫോർമുല. ഇതിനെ ബേസ് ചെയ്ത് എംപെരിക്കൽ ഫോർമുലയും മോളിക്കുലർ ഫോർമുലയും ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അത് എന്താണെന്ന് ചോദിക്കാറുണ്ട്. ദാറ്റ് മീൻസ് ഡെഫിനേഷൻ. ദെൻ അതുപോലെ തന്നെ ഇതുമായി ബേസ് ചെയ്ത് പ്രോബ്ലംസ്, ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ഒരിക്കലും എക്സാമിന് പോകുമ്പോൾ നമ്മൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു ഭാഗമാണ്. മൂന്നാമത് എൻ്റെ കുട്ടികൾ നിർബന്ധമായും നോക്കേണ്ടത് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ്. നിങ്ങൾ ഫിസിക്സിൽ ഡീറ്റെയിൽ ആയി പഠിച്ചിട്ടുള്ളതാണ്. പോരാതെ നമ്മൾ കെമിസ്ട്രിയിലും പഠിക്കുന്ന ഒരു ഭാഗമാണ് ഈ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ സാധാരണ ക്വസ്റ്റ്യൻ വരാറുള്ളത് ഒരു വാല്യൂ തന്നിട്ട് അതിൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എത്ര നമ്പർ ഉണ്ട്, ഏതൊക്കെയാണ് എന്നുള്ള ക്വസ്റ്റ്യനാണ് സാധാരണയായി സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൽ ചോദിക്കാറുള്ളത്. മൂന്നാമത് അടുത്തതായി ബേസിക് കൺസെപ്റ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ലിമിറ്റിംഗ് റിയേജൻ്റ് ആണ്. ലിമിറ്റിംഗ് റിയേജൻറ്റിനെ ബേസ് ചെയ്ത് സാധാരണയായി എന്താണ് ലിമിറ്റിംഗ് റിയേജൻറ്റ് എന്ന് ചോദിക്കുന്നതിലുപരി ലിമിറ്റിംഗ് റിയേജൻറ്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഇവിടെ സാധാരണയായി വരാറുള്ളത്. പിന്നെ അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു ഭാഗം, നമ്മൾ 10th പഠിക്കുന്ന GAM, GMM, മോൾ, മോളിക്യൂൾ, വോളിയം, ഇതുമായി STPയുമായി കണക്ട് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് അടുത്തതായി നമ്മൾ ഈ ചാപ്റ്ററിൽ ശ്രദ്ധിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ പാഠത്തുനിന്ന് സാധാരണയായി വരാറുള്ളത് ഒരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അത് നിങ്ങൾക്ക് കിട്ടുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ എന്തായാലും ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് ഹൈസൻബർഗ് അൺസർട്ടൈനിറ്റി പ്രിൻസിപ്പിൾ. ഹൈസൻബർഗ് അൺസർട്ടൈനിറ്റി പ്രിൻസിപ്പിൾ എന്താണ് എന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപാടായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അതുപോലെ തന്നെ ഹൈസൻബർഗ് അൺസർട്ടൈനിറ്റി പ്രിൻസിപ്പിളിൻ്റെ പ്രോബ്ലംസ് നോക്കാനും എൻ്റെ കുട്ടികൾ വിട്ടുപോകരുത്. അടുത്തൊരു കാര്യം ഹൺസ് റൂളിനെ ബേസ് ചെയ്ത് എന്താണ് ഹൺസ് റൂൾ എന്നുള്ള ക്വസ്റ്റ്യനാണ് സാധാരണയായി വരാറുള്ളത്. ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു പാഠഭാഗമാണ് ക്വാണ്ടം നമ്പേഴ്സ്. ക്വാണ്ടം നമ്പേഴ്സിൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ, സ്പിൻ ക്വാണ്ടം നമ്പർ, ഈ 4 ക്വാണ്ടം നമ്പേഴ്സ് എന്താണെന്ന ഡെഫിനിഷനും അതുപോലെ തന്നെ ഒരു ക്വാണ്ടം നമ്പർ തന്നാൽ ബാക്കിയുള്ളത് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നും എൻ്റെ കുട്ടികൾ മനസ്സിലാക്കിയിട്ട് വേണം എക്സാമിന് പോകാൻ. അടുത്തതായി ബോർ മോഡലിൻ്റെ പോസ്റ്റുലേറ്റ്സ് ആണ് സാധാരണ എക്സാമിന് ചോദിക്കാറുള്ളത്. അതുപോലെ തന്നെ റുദർഫോർഡിൻ്റെ ബോർ മോഡലിൻ്റെ പോസ്റ്റുലേറ്റ്സും അതുപോലെ അതിൻ്റെ ലിമിറ്റേഷൻസും നിങ്ങൾ നോക്കാൻ മറക്കരുത്. പിന്നെ ലൈമാൻ സീരീസിനെ ബേസ് ചെയ്തിട്ടുള്ള അതിൻ്റെ ഇക്വേഷൻ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം നമ്മൾ നോക്കണം. അതുപോലെ തന്നെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്താണെന്ന് പറയുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇവിടുന്ന് വരാറുള്ളത്. ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലും സാധാരണയായി 4 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരാറുള്ളത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ് അയോണൈസേഷൻ എനർജി, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി, അതുപോലെ തന്നെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഈ 3 ടോപ്പിക്കും നമ്മൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അതിൽ ഫസ്റ്റ് ടോപ്പിക്കായ അയോണൈസേഷൻ എനർജി എന്ന് പറയുന്ന ഭാഗത്തിൽ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ വരാറുള്ളതെന്ന് ചോദിച്ചാൽ, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വരുമ്പോൾ പീരിയോഡിക് ടേബിളിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വരുമ്പോൾ അയോണൈസേഷൻ എനർജിക്ക് എന്ത് സംഭവിക്കുന്നു, അതിൽ വേരിയേഷൻ വരുന്ന എക്സെപ്ഷണൽ കേസ് കാണിക്കുന്ന 2 ആൾക്കാരുണ്ടെന്ന് നമുക്കറിയാം. ബെറീലിയം ബോറോണും നൈട്രജൻ ഓക്സിജനും. എന്തുകൊണ്ടാണ് അതിൽ വേരിയേഷൻ വരാനുള്ള കാരണം? അതൊരു റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ബെറീലിയം ബോറോൺ അല്ലെങ്കിൽ നൈട്രജൻ ഓക്സിജൻ എന്നീ വേർഡ്സ് എടുത്ത് തന്നെ നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. അതുപോലെ തന്നെ ഡൗൺ ദി ഗ്രൂപ്പ് വാട്ട് ഹാപ്പൻ ടു അയോണൈസേഷൻ എനർജി. ഇത് രണ്ടും കൂടാതെ അയോണൈസേഷൻ എനർജിയുടെ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ വരാറുള്ളത് അതിൻ്റെ ഗ്രാഫ് തരും. ഒന്നെങ്കിൽ ലിഥിയം മുതൽ നിയോൺ വരെയുള്ള എലമെൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഗ്രാഫ്, അല്ലെങ്കിൽ ലിഥിയം മുതൽ ഗ്രൂപ്പിൽ താഴേക്കുള്ള എലമെൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഗ്രാഫ് വരും. അങ്ങനെ ഗ്രാഫ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇതൊന്ന് കൂടുതലായിട്ട് നമ്മൾ കാണാറുണ്ട്. അടുത്ത ടോപ്പിക്കാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി.
ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്താണ്, വാട്ട് ഈസ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ സാധാരണയായി ചോദിക്കാറുണ്ടെങ്കിലും കൂടുതലായിട്ട് നമ്മൾ കാണാറുള്ളത് അവിടെ ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിക്ക് എന്ത് സംഭവിക്കുന്നു എന്ന ക്വസ്റ്റ്യനാണ്. അതുപോലെ തന്നെ ഫ്ലൂറിൻ്റെയും ക്ലോറിൻ്റെയും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിക്കിൽ ഒരു വേരിയേഷൻ ഉണ്ട് അവിടെ. ആ ക്വസ്റ്റ്യനാണ് കൂടുതലായിട്ട് അവിടുന്ന് നമ്മൾ ചോദിക്കുന്നത് കണ്ടിട്ടുള്ളത്. ഇലക്ട്രോനെഗറ്റിവിറ്റി എന്താണെന്ന് ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ ചോദിക്കാറുള്ളത് ഇലക്ട്രോനെഗറ്റിവിറ്റി മെഷർ ചെയ്യാനുള്ള ന്യൂമറിക്കൽ സ്കെയിൽസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, പിന്നെ നമുക്കറിയാം ഇലക്ട്രോണിനെ ഒരു ആറ്റം ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്താൽ അതിന് പോസിറ്റീവ് ചാർജ് ലഭിക്കും, അതിനെ നമ്മൾ കാറ്റയോൺ എന്ന് പറയും. ഓക്കെ, ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്താൽ ആനയോൺ എന്ന് പറയും. അപ്പോൾ ഒരു ഇലക്ട്രോണിനെ ലോസ് ചെയ്യുന്ന സമയത്ത് ന്യൂക്ലിയസിൻ്റെ ചാർജ് കൂടും, കാറ്റയോണിന് ന്യൂട്രൽ ആറ്റത്തേക്കാൾ സൈസ് കുറയും. അപ്പോൾ കാറ്റയോണിനാണോ ന്യൂട്രൽ ആറ്റത്തിനാണോ സൈസ് കൂടുതൽ, അല്ലെങ്കിൽ ആനയോണിനാണോ ന്യൂട്രൽ ആറ്റത്തിനാണോ സൈസ് കൂടുതൽ? ഇതൊരു റിപ്പീറ്റ് ക്വസ്റ്റ്യനാണ് ഈ ചാപ്റ്ററിൽ. അടുത്തത് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്താണ്. അതുപോലെ തന്നെ ഒരു മാർക്കിന് അവിടെ നിന്ന് വരാറുള്ള ക്വസ്റ്റ്യനാണ്. കുറച്ച് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിൻ്റെ പേരുകൾ തന്നിട്ട് അതിൽ ഏറ്റവും സൈസ് കൂടിയത് ഏതാണ്, ഏറ്റവും സൈസ് കുറഞ്ഞത് ഏതാണ്? അപ്പോൾ നമ്മൾ ആൻസർ ചെയ്യേണ്ടത് അറ്റോമിക് നമ്പർ ഏറ്റവും കൂടുതൽ ഏതാണോ, അറ്റോമിക് നമ്പർ കൂടുതലുള്ളതിൽ അട്രാക്ഷൻ, ന്യൂക്ലിയർ അട്രാക്ഷൻ കൂടും, സോ സൈസ് ഡിക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അറ്റോമിക് നമ്പർ കൂടുതലുള്ളതിനായിരിക്കും സൈസ് കുറവ്. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്. അതുപോലെ തന്നെ ലോസ്, രണ്ട് ലോസ് നമ്മൾ പഠിക്കാണ്ട്, മെൻഡലീഫിൻ്റെ ലോസും മോഡേൺ പീരിയോഡിക് ലോയും. ഓക്കെ, മെൻഡലീഫിൻ്റെ ലോയും മോഡേൺ പീരിയോഡിക് ലോ, ഇതിൽ ഏതെങ്കിലും ഒരു ലോ, അതൊന്നും ഇല്ലെങ്കിലും എക്സാമിന് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ക്വസ്റ്റ്യനാണത്. പിന്നെ അതുപോലെ തന്നെ 1 ആണെങ്കിൽ ഉൻ, ബൈ, അങ്ങനെ നമ്മൾ 9 വരെയുള്ള വേർഡ്സ് വെച്ചിട്ട് 100 എബോ ഉള്ള എലമെൻസിന് നെയിം കൊടുക്കുന്നതിനെക്കുറിച്ച് 1 മാർക്ക് ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ നിന്ന് വരാറുണ്ട്. അടുത്തത് അവസാനമായി ഇതൊന്ന് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം അനോമലസ് ബിഹേവിയർ എന്താണെന്നും അതുപോലെ തന്നെ ഡയഗണൽ റിലേഷൻ എന്താണെന്നും നോക്കിയിട്ട് വേണം. അതുപോലെ അനോമലസ് ബിഹേവിയറിൻ്റെ കാരണം, എന്തുകൊണ്ടാണ് ഒരു എലമെൻറ്റ് അനോമലസ് ബിഹേവിയർ കാണിക്കുന്നത്, അതിൻ്റെ റീസൺസ് ഒരു 4 എണ്ണം ഉണ്ട്. ആ 4 റീസൺസും കൂടെ പഠിക്കണം. നമ്മൾ അടുത്ത ചാപ്റ്ററായ കെമിക്കൽ ബോണ്ടിങ് ഡിസ്കസ് ചെയ്യുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കെമിസ്ട്രിയിലെ ഒരു ചാപ്റ്ററാണ് കെമിക്കൽ ബോണ്ടിങ്. അതിൽ ഒന്നാമത്തെ ടോപ്പിക്കായിട്ടുള്ള ഡൈപോൾ മൊമെൻറ്റ്. ഡൈപോൾ മൊമെൻറ്റ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഡൈപോൾ മൊമെൻറ്റ് 0 കാണിക്കുന്ന എലമെൻറ്റ്സ് ഉണ്ട്. ഡെഫിനിറ്റ് ജിയോമെട്രി ഉള്ള എല്ലാ എലമെൻറ്റ്സിൻ്റെയും ഡൈപോൾ മൊമെൻറ്റ് 0 ആയിരിക്കും. അതായത് BF3, BCl2, അതായത് AB2 ടൈപ്പ്, AB3 ടൈപ്പ്, AB4 ടൈപ്പ്, ആ ടൈപ്പിലൊക്കെ വരുന്ന എലമെൻറ്റ്സിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് 0 ആയിരിക്കും. അപ്പോൾ എന്താണ് അത് 0 ആവാൻ കാരണം? അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് BCl3 ഡൈപോൾ മൊമെൻറ്റ് 0 ആണ്, റീസൺ എന്താണ്? അങ്ങനത്തെ ക്വസ്റ്റ്യനാണ് സാധാരണ അവിടുന്ന് വരാറുള്ളത്. പിന്നെ അവിടുന്ന് റിപ്പീറ്റ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് NH3യുടെയും NF3യുടെയും ഡൈപോൾ മൊമെൻറ്റ് കമ്പയർ ചെയ്യാൻ. ഓക്കെ, രണ്ടാമത്തേതാണ് ഹൈഡ്രോജൻ ബോണ്ടിങ്. നമുക്കറിയാലോ 2 ടൈപ്പ് ഹൈഡ്രോജൻ ബോണ്ടിങ് ഉണ്ട്. ഒന്ന് ഇൻ്റർമോളിക്കുലർ ഹൈഡ്രോജൻ ബോണ്ടിങ്, രണ്ടാമത്തേത് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രോജൻ ബോണ്ടിങ്. ആ ബോണ്ടിങ്ങിനെ ബേസ് ചെയ്ത് നമുക്കിവിടെ വരുന്ന ക്വസ്റ്റ്യൻ ഓർത്തോ നൈട്രോഫിനോളിൻ്റെയും പാരാ നൈട്രോഫിനോളിൻ്റെയും ബോയിലിംഗ് പോയിൻറ്റ് കമ്പയർ ചെയ്യാനാണ്. അപ്പോൾ നമുക്കറിയാം ഓർത്തോ നൈട്രോഫിനോൾ എന്ന് പറഞ്ഞാൽ അതിലുള്ളത് അതിൻ്റെ ഉള്ളിൽ തന്നെ ഹൈഡ്രോജൻ ബോണ്ടിങ് ആണ്. മറ്റേത് പാരാ നൈട്രോഫിനോൾ ആണെങ്കിൽ 2 എണ്ണത്തിൻ്റെ ഇടയിലാണ് ഹൈഡ്രോജൻ ബോണ്ടിങ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് കമ്പയർ ചെയ്യാനാണ് ഇവിടെ ക്വസ്റ്റ്യൻ വരാറുള്ളത്. ദെൻ ഒക്ടറ്റ് റൂൾ എന്താണെന്നും ഒക്ടറ്റ് റൂളിൻ്റെ ലിമിറ്റേഷൻ 5-6 ലിമിറ്റേഷൻ പറയുന്നുണ്ട്. അതിലൊരു 4 ലിമിറ്റേഷൻ എങ്കിലും നമ്മൾ നോക്കി വെച്ച് പോകണം എക്സാമിന് പോകുമ്പോൾ. പിന്നെ VSEPR തിയറി ബേസ് ചെയ്തിട്ടും അതുപോലെ ഹൈബ്രിഡൈസേഷനെ ബേസ് ചെയ്തിട്ടും ജിയോമെട്രി പറയൂ, നമുക്കൊരു ക്വസ്റ്റ്യൻ കാണാറുണ്ട്. അപ്പോൾ നമ്മൾ ജിയോമെട്രി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ നമ്മളതിൽ സ്പെസിഫൈ ചെയ്ത ആ ക്വസ്റ്റ്യനെ ശ്രദ്ധിച്ച് നോക്കേണ്ടത് അതിൽ VSEPR തിയറി ആണോ പറയുന്നത്, അതുപോലെ തന്നെ ഹൈബ്രിഡൈസേഷൻ വെച്ചിട്ടാണോ ഈ ക്വസ്റ്റ്യൻ. VSEPR തിയറി വെച്ചിട്ടാണെങ്കിൽ അതിൽ വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോണിനൊക്കെ അതിൽ റെപ്രസെൻ്റ് ചെയ്ത് ആ ബേസിസിൽ വേണം നമ്മൾ ഏത് ടൈപ്പാണ് കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് കണ്ടെത്തണം. എന്നിട്ട് വേണം നമ്മളതിൻ്റെ ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ. അപ്പോൾ ഏത് രീതിയിലാണ് ജിയോമെട്രി കാണാൻ ചോദിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തതാണ് VBTയിൽ പ്രധാനമായിട്ടും VBTയിലെ പോസ്റ്റുലേറ്റ്സ് ആണ് ചോദിക്കാറുള്ളത്. പിന്നെ MOT എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ്. MO ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറയാറുണ്ട്. MO ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞാൽ അതുപോലെ തന്നെ അതിൽ അവസാനം ഒറ്റ സംഖ്യയാണോ അതുപോലെ തന്നെ 1 ആണോ 2 ആണോ വരുന്നത് എന്നുള്ളത് നോക്കിയാൽ മതി. പാരാമാഗ്നറ്റിക് ആണോ ഡയാമാഗ്നറ്റിക് ആണോ. അതുപോലെ അതിനെ ബേസ് ചെയ്ത്
ബോണ്ട് ഓർഡർ കാണാൻ ചോദിക്കാറുണ്ട്, അതുപോലെ അതിൻ്റെ ഡയഗ്രാം വരയ്ക്കാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ MOTനെ ബേസ് ചെയ്ത് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത് ഒന്ന് MO ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം, രണ്ടാമത്തത് അതിൻ്റെ പാരാമാഗ്നറ്റിക് ആണോ ഡയാമാഗ്നറ്റിക് ആണോ എന്ന് കണ്ടെത്താം, 3 അതിൻ്റെ ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യുക, 4 MO ഡയഗ്രാം വരയ്ക്കാൻ പഠിക്കാം. ഓക്കെ, നമ്മുടെ 5ാമത്തെ ചാപ്റ്ററാണ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഇൻ്റർമോളിക്കുലർ ഫോഴ്സസിനെ കുറിച്ചിട്ടാണ്. ആ 3 ഫോഴ്സസിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ എക്സാമിന് വരാറുണ്ട്. ഇൻ്റർമോളിക്കുലർ ഫോഴ്സസിൽ പ്രധാനമായിട്ടും പറയുന്നത് ഡൈപോൾ ഡൈപോൾ ഇൻ്ററാക്ഷൻ, ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഇൻ്ററാക്ഷൻ, ലണ്ടൻ ഫോഴ്സ് അല്ലെങ്കിൽ ഡിസ്പേർഷൻ ഫോഴ്സ്. ഇതിൽ നമ്മൾ ലണ്ടൻ ഫോഴ്സ് എന്നുള്ള ഭാഗമാണ് കൂടുതൽ സ്ട്രെസ് ചെയ്ത് നോക്കേണ്ടത്. അതായത് 2 നോൺ പോളാർ മോളിക്യൂൾ തമ്മിലുള്ള അട്രാക്ഷനെ ആണല്ലോ നമ്മൾ ലണ്ടൻ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ലണ്ടൻ ഫോഴ്സ്, അതുപോലെ നമ്മൾ നേരത്തെ ചാപ്റ്ററിൽ വരുന്ന ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്ന സംഭവം ഇവിടെ ഈ ചാപ്റ്ററിൽ വരുന്നതാണ്. ഇൻ്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്ങും ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്ങും ഒന്ന് നോക്കണം. പിന്നെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യമാണ് ഗ്യാസ് ലോസ്. ഗ്യാസ് ലോസ് നമുക്കറിയാം, ബോയ്ൽസ് ലോ, ചാൾസ് ലോ, അവോഗാഡ്രോസ് ലോ, ഗേ-ലൂസൈക്സ് ലോ. ഈ ലോസ് പഠിക്കണം, അതിൻ്റെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ പഠിക്കണം, അത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടാവും. അതിൽ തന്നെ കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ, ബോയ്ൽസ് ലോയും ചാൾസ് ലോയും കമ്പൈൻ ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഫോം ചെയ്യിക്കുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ. ബോയ്ൽസ് ലോയും ചാൾസ് ലോയും അവോഗാഡ്രോസ് ലോയും കമ്പൈൻ ചെയ്യുന്നതാണ് ഇത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഇതിൽ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ്റെ ഡെറിവേഷൻ എപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്. നമുക്കറിയാലോ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത് PV = nRT. പക്ഷേ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നമ്മുടെ റിയൽ ഗ്യാസ് ഒബേ ചെയ്യുന്നില്ല. ആ ഒബേ ചെയ്യാതിരിക്കാൻ എന്താണ് കാരണം എന്നതാണ് ഇവിടുത്തെ വേറൊരു ക്വസ്റ്റ്യൻ. ഒബേ ചെയ്യാതിരിക്കാനുള്ള കാരണം എന്താണോ, നമ്മുടെ കൈനറ്റിക് മോളിക്കുലർ തിയറിയിലെ 2 ഫാൾട്ടി അസംഷനാണ്. 1 അട്രാക്ഷനെ ബേസ് ചെയ്തിട്ടുള്ളതും 2 വോളിയം ഇല്ല എന്ന് പറയുന്ന ഫാക്ടറും. ആ എന്താ പറയുക, ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള റിയൽ ഗ്യാസ് ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ കാണിക്കാതിരിക്കാനുള്ള കാരണം എന്താണ്, ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അതുപോലെ തന്നെ കൈനറ്റിക് മോളിക്കുലർ തിയറിയിലെ പോസ്റ്റുലേറ്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ എക്സാമിന് പോകുന്നതിന് മുമ്പ് ഒരുപാട് പോസ്റ്റുലേറ്റ്സ് ആയിട്ട് പറയുന്നുണ്ട്. അതിലൊരു 4 പോസ്റ്റുലേറ്റ്സ് എങ്കിലും മിനിമം നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഡെൻസിറ്റി മോളാർ മാസ് റിലേഷൻ നമ്മൾ എക്സാമിന് പോകുന്നതിന് മുമ്പ് ആ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവണം. അത് ബേസ് ചെയ്ത് നമുക്ക് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. പിന്നെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സർഫസ് ടെൻഷനും വിസ്കോസിറ്റി. നമുക്കറിയാം സർഫസിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സിനെ പറയുന്ന പേരാണ് സർഫസ് ടെൻഷൻ. സർഫസ് ടെൻഷൻ ഉള്ളതുകൊണ്ടാണ് റെയിൻ ഡ്രോപ്സ് സ്ഫെറിക്കൽ ഷേപ്പിൽ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ എന്താ പറയുക, വിൻഡോ പാനൽസിൻ്റെ ഓൾഡ് ബിൽഡിങ്സിലെ വിസ്കോസിറ്റി പറയുന്ന ഭാഗത്ത് നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓൾഡ് ബിൽഡിങ്സിലെ വിൻഡോ പാനൽസിലെ തിക്നെസ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ എന്തായാലും നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ. ഓക്കെ, നമ്മുടെ 6ാമത്തെ ചാപ്റ്റർ തെർമോഡൈനാമിക്സ് ആണ്. തെർമോഡൈനാമിക്സിൽ നമ്മൾ സിസ്റ്റംസ് എന്ന് പറയുമ്പോൾ ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം. ഇത് സിമ്പിളായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഓപ്പൺ സിസ്റ്റം എന്ന് ചോദിച്ചാൽ നമുക്കതിനുള്ള പറയാൻ പറ്റണം. പിന്നെ അതുപോലെ തന്നെ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ഉണ്ട്, ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി ഉണ്ട്. മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീനെ നമ്മൾ എന്തെന്ന് പറയും, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയും. ഇൻഡിപെൻഡൻ്റ് ആയ പ്രോപ്പർട്ടീനെ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ് എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാറുള്ളത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയിലെ ഫുൾ എക്സാമ്പിൾ നമുക്കറിയണം. അതുപോലെ തന്നെ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയിലെ എക്സാമ്പിൾസ് കംപ്ലീറ്റ് നമുക്കറിയണം. പിന്നെ 2 ഫങ്ഷൻസ് ഉണ്ട്, സ്റ്റേറ്റ് ഫംഗ്ഷൻ, പാത്ത് ഫംഗ്ഷൻ. പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന, പാത്ത് ഫോളോ ചെയ്യുന്ന ഫംഗ്ഷനെ പറയുന്ന പേരാണ് പാത്ത് ഫംഗ്ഷൻ. പാത്ത് ഫംഗ്ഷന് എക്സാമ്പിളാണ് ഹീറ്റും വർക്കും. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ് ഫംഗ്ഷൻ ഏതൊക്കെയാണ്, പാത്ത് ഫംഗ്ഷൻ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ നോക്കിയിട്ടുണ്ടാവണം. പിന്നെ അടുത്തതാണ് എൻതാൽപ്പി. എൻതാൽപ്പിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്ററാണ് H കാണാനുള്ള ഇക്വേഷനാണ് ΔU + P ΔV. ആ ഇക്വേഷനെ ബേസ് ചെയ്തിട്ട് എക്സാമിന് എപ്പോഴും പ്രോബ്ലം കാണാറുണ്ട്. അതുപോലെ തന്നെ ΔH = ΔU + ΔnRT. അപ്പോൾ ഡെൽറ്റ എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ഇക്വേഷനിലെ ഗ്യാഷ്യസ് റിയാക്റ്റൻറ്റിനെയും ഗ്യാഷ്യസ് പ്രൊഡക്റ്റിനെയും മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. ഗ്യാഷ്യസ് പ്രൊഡക്റ്റ് മൈനസ് ഗ്യാഷ്യസ് റിയാക്റ്റൻറ്റ് എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്, ΔN എന്ന് പറയുന്നത്. ഇനി ഡിഗ്രി ഓഫ് ഫ്രീഡം അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് റാൻഡംനെസ്സിന് നമ്മൾ പറയുന്ന പേരാണ് എൻട്രോപ്പി. എൻട്രോപ്പിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്ററാണ് S. അപ്പോൾ ഒരു ലിക്വിഡ് ഗ്യാസ് ആവുന്ന സമയത്ത് അതിൻ്റെ മൂവിങ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യണം. മൂവിങ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാന്ന് പറയുമ്പോൾ അതിൻ്റെ എന്ത് ഇൻക്രീസ് ചെയ്യണം, എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യണം. എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യാൻ മീൻസ് എൻട്രോപ്പിയുടെ വാല്യൂ പോസിറ്റീവാണ്. അപ്പോൾ കുറച്ച് എക്സാമ്പിൾ തന്നിട്ട് എൻട്രോപ്പി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ O3 എന്ന് പറയുന്ന സാധനം O2 ആയിട്ട് മാറിയെന്ന് വിചാരിക്കും, O2 + O. അപ്പോൾ എൻട്രോപ്പിക്ക് എന്ത് സംഭവിച്ചു, അപ്പോൾ നമ്മൾ നോക്കുക, നമ്പർ
ഓഫ് മോൾസിന് എന്ത് സംഭവിച്ചു? നമ്പർ ഓഫ് മോൾസ് അവിടെ ഇൻക്രീസ് ചെയ്യായതുകൊണ്ട് അവിടെ എൻട്രോപ്പി ഈസ് ആൾസോ ഇൻക്രീസസ്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കുന്നത് ഗിബ്സ് ഫ്രീ എനർജി എന്ന് പറയുന്നത് ഇതിലെ ലാസ്റ്റ് ടോപ്പിക്കാണ്. ഗിബ്സ് ഫ്രീ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനർജി ക്യാൻ ബി കൺവേർട്ടഡ് ടു യൂസ്ഫുൾ വർക്ക് എന്നാണല്ലോ. അപ്പോൾ ഗിബ്സ് ഫ്രീ എനർജി ഡെൽറ്റ ജിയുടെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്സാണ്, നെഗറ്റീവ് ആണെങ്കിൽ സ്പോണ്ടേനിയസ്. അപ്പോൾ ഡെൽറ്റ ജിനെ ബേസ് ചെയ്ത് സ്പോണ്ടേനിയസ് ആണോ നോൺ സ്പോണ്ടേനിയസ് ആണോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ പറയേണ്ടത് ഡെൽറ്റ ജിൻ്റെ ആൻസർ നെഗറ്റീവ് കിട്ടുകയാണെങ്കിൽ അത് സ്പോണ്ടേനിയസ് ആണ്. എന്നാൽ ഡെൽറ്റ ജിയുടെ വാല്യൂ 0 ആണെങ്കിൽ അത് ഇക്വിലിബ്രിയം പ്രോസസ്സാണ്. അപ്പോൾ ഡെൽറ്റ ജി കാണാനുള്ള ഇക്വേഷൻ ആണ് -2.303 RT log K. ആ ഇക്വേഷൻ വെച്ചിട്ടും അതുപോലെ ഡെൽറ്റ എച്ചും ഡെൽറ്റ എസും കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഇതിൽ ടെമ്പറേച്ചർ കാണാൻ നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ തെർമോഡൈനാമിക്സിലെ എക്സാമിന് പോകുമ്പോൾ. അടുത്തത് കെമിക്കൽ ഇക്വിലിബ്രിയം. കെമിക്കൽ ഇക്വിലിബ്രിയം നമുക്ക് അറിയാമല്ലോ, ഒരു വലിയൊരു ചാപ്റ്ററാണ്. അതിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് KC ഒരു ഇക്വേഷൻ തന്നിട്ട് അതിൻ്റെ KC ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കാണാൻ പറഞ്ഞാൽ അതെങ്ങനെ കാണാം എന്നുള്ളത് നമുക്ക് എഴുതാൻ അറിയണം. അതുപോലെ തന്നെ ഇക്വിലിബ്രിയം 2 ടൈപ്പ് ഉണ്ട് നമുക്കറിയാം. ഒന്ന് ഹോമോജീനിയസ് ഇക്വിലിബ്രിയാണ്, 2 ഹെറ്ററോജീനിയസ് ഇക്വിലിബ്രിയാണ്. പിന്നെ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിളാണ്. ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ എന്താണെന്ന് അറിയണം. ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്ത് ടെമ്പറേച്ചർ, പ്രഷർ, കോൺസെൻട്രേഷൻ, കാറ്റലിസ്റ്റ് ഇതിൽ എന്ത് ചേഞ്ച് ചെയ്താലും നമ്മൾ എന്താ പറയുക റിയാക്ഷൻ്റെ സ്പീഡിന് എന്ത് ചേഞ്ച് വരുന്നു. അപ്പോൾ ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ എന്താണെന്ന് പഠിക്കണം. അതുപോലെ തന്നെ എഫക്ട്സ് ഓഫ് ടെമ്പറേച്ചർ, പ്രഷർ, കോൺസെൻട്രേഷൻ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാറ്റലിസ്റ്റ് അതിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇക്വിലിബ്രിയം എഫക്റ്റ് ചെയ്യാൻ കാറ്റലിസ്റ്റിന് പറ്റുമോ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മളിവിടെ ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ ആസിഡ് ബേസ് തിയറീസാണ്. ആസിഡ് ബേസ് തിയറീസിൽ നമുക്ക് 3 തിയറിയാണ് പഠിക്കാനുള്ളത്. അറീനിയസ് തിയറി, ലോവറി ബ്രോൺസ്റ്റെഡ് കൺസെപ്റ്റ്, ലൂയിസ് കൺസെപ്റ്റ്. അതിൽ അറീനിയസ് തിയറി നമുക്കറിയാം, സിമ്പിളായിട്ടുള്ളതാണ്. വാട്ടറിൽ H+ ഉണ്ടാക്കുന്നത് ആസിഡ്, OH- ഉണ്ടാക്കുന്നത് ബേസ്. ലോവറി ബ്രോൺസ്റ്റെഡ് കൺസെപ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ H+നെ ഡൊണേറ്റ് ചെയ്യുന്നത് ആസിഡ്, H+നെ അക്സെപ്റ്റ് ചെയ്യുന്നത് ബേസ്. അപ്പോൾ അവിടെ തന്നെ കോഞ്ചുഗേറ്റ് ആസിഡ് ബേസ് പെയർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വരുന്നുണ്ട്. അതിനെക്കുറിച്ച് ഇതിൻ്റെ കോഞ്ചുഗേറ്റ് ബേസ് ഏതാ, അതിൻ്റെ കോഞ്ചുഗേറ്റ് ആസിഡ് ഏതാ, ആ ക്വസ്റ്റ്യൻ എന്തായാലും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവണം. പിന്നെ അതുപോലെ തന്നെ അടുത്തതാണ് ലൂയിസ് കൺസെപ്റ്റ്. ലൂയിസ് കൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്നതും ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്നതും ഇലക്ട്രോൺ ട്രാൻസ്ഫർ വെച്ചിട്ടാണ് അവിടെ ആസിഡിനെയും ബേസിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഇവിടെ pH സ്കെയിൽ വെച്ചിട്ടുള്ള എന്താ പറയുക ക്വസ്റ്റ്യൻസ് നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെ സാധാരണയായി ചോദിക്കാറുള്ളത്. അതുപോലെ തന്നെ കോമൺ അയോൺ എഫക്റ്റ് എന്താണെന്നും ബഫർ സൊല്യൂഷൻ എന്ന് വെച്ചാൽ അത് എന്താണെന്നും ആ 2 കൺസെപ്റ്റ് നോക്കാൻ ഒരിക്കലും നമ്മൾ മറക്കരുത്. അടുത്ത നമ്മൾ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. നമ്മുടെ ഫസ്റ്റ് പാർട്ടിലെ ഏറ്റവും ലാസ്റ്റത്തെ ചാപ്റ്ററാണെന്ന് തോന്നുന്നു റിഡോക്സ് റിയാക്ഷൻ. ആ റിഡോക്സ് റിയാക്ഷനിൽ ഇപ്പോൾ Cr2O3 എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടിനെ നമുക്ക് തന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ MnO4- എന്ന് പറയുന്ന ഒരു സാധനത്തിന് നമുക്ക് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കേണ്ടതാണ് ഏറ്റവും ഫസ്റ്റായിട്ട് നമുക്കറിയേണ്ടത്. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ കാണാനറിയണം. അതറിയാമെങ്കിൽ പിന്നെ അടുത്തത് ബാലൻസിങ് നമുക്കറിയാം. 2 മെത്തേഡിൽ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡിലും ഹാഫ് റിയാക്ഷൻ മെത്തേഡിലും ബാലൻസിങ് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ 2 മെത്തേഡിലാണെങ്കിലും അസിഡിക് മീഡിയത്തിലുള്ള ബാലൻസിങ് എടുത്ത് ചോദിക്കാറുണ്ട് എക്സാമിന്, അല്ലെങ്കിൽ ബേസിക് മീഡിയത്തിൽ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം, അസിഡിക് മീഡിയത്തിലാണോ ബേസിക് മീഡിയത്തിലാണോ നമ്മളോട് ബാലൻസിങ് ചോദിച്ചിട്ടുള്ളത്, അത് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ആൻസർ ചെയ്യാൻ. പിന്നെ ഒരുപാട് ടൈപ്പ് റിഡോക്സ് റിയാക്ഷൻ ഉണ്ട്, കോമ്പിനേഷൻ റിയാക്ഷൻ, ഡീകമ്പോസിഷൻ റിയാക്ഷൻ. അപ്പോൾ ആ ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ 4 ടൈപ്സ് റിഡോക്സ് റിയാക്ഷനാണുള്ളത്. ആ റിയാക്ഷൻസ് ഏതൊക്കെയാണെന്ന് പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇനോർഗാനിക് കെമിസ്ട്രിയിലെ കുറച്ച് ചാപ്റ്റേഴ്സാണ്. അതായത് ഹൈഡ്രജൻ, S ബ്ലോക്ക്, P ബ്ലോക്ക്, അതുപോലെ തന്നെ എൻവിറോൺമെൻറ്റൽ കെമിസ്ട്രി. ഈ 4 ചാപ്റ്ററിൻ്റെയും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചു വെച്ചാൽ അത് തന്നെ എക്സാമിന് ചോദിക്കുള്ളൂ. അതായത് ഇൻഡയറക്റ്റ് ആയിട്ട് ഒന്നും ക്വസ്റ്റ്യൻ വരാനില്ല, സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന കുറച്ച് ചാപ്റ്റേഴ്സാണ്. അപ്പോൾ ഹൈഡ്രജൻ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹൈഡ്രജൻ്റെ പ്രിപ്പറേഷനാണ്. സിങ്ക് ആസിഡുമായിട്ട് HCl ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ZnCl2 ഉണ്ടാവും, പ്ലസ് H2 ഹൈഡ്രജൻ അവിടെ പ്രിപ്പയർ ആവും. അതുപോലെ തന്നെ Zn + NaOH, Na2 ZnO2 + H2. ഇത് എക്സാമിന് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അതുപോലെ ഇവിടെ ഇതിൻ്റെ പ്രിപ്പറേഷൻ്റെ നമുക്ക് വാട്ടറിൽ നിന്ന് ഹൈഡ്രജനെ പ്രിപ്പയർ ചെയ്യാം. അതുപോലെ വാട്ടർ ഗ്യാസിൻ്റെ ഫോർമുല എന്താണെന്ന് ഇവിടുന്ന് എക്സാമിന് ചോദിക്കാറുണ്ട്. CO + H2 പറയുന്ന പേരാണ് വാട്ടർ ഗ്യാസ്. എന്നാൽ പ്രൊഡ്യൂസർ ഗ്യാസ് എന്ന് പറഞ്ഞാൽ CO + N2 അതിനെ പറയുന്ന പേരാണ് നമ്മൾ എന്ത് പ്രൊഡ്യൂസർ ഗ്യാസ് എന്ന് പറയും. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഹൈഡ്രൈറ്റ്. ഹൈഡ്രൈറ്റ് എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ വരുന്ന കോമ്പൗണ്ടിനെ ബൈനറി കോമ്പൗണ്ട്സിന് നമ്മൾ പറയുന്ന പേരാണ് ഹൈഡ്രൈറ്റ്.
ഒരു 3 ടൈപ്പ് ഹൈഡ്രൈഡ് ആണ് ഇവിടെ നമുക്ക് പ്രധാനമായിട്ടുള്ളത്. ഒന്നാമത്തെ ഹൈഡ്രൈഡ് എന്ന് പറയുമ്പോൾ അയോണിക് ഹൈഡ്രൈഡ് ഫോം ചെയ്യിക്കുന്നത് എസ് ബ്ലോക്ക് എലമെന്റ് ആണ്. അതിന് പറയുന്നത് സലൈൻ ഹൈഡ്രൈഡ് അല്ലെങ്കിൽ സാൾട്ട് ലൈക്ക് ഹൈഡ്രൈഡ് എന്നൊക്കെ പറയും. അയോണിക് ഹൈഡ്രൈഡ് അതുണ്ടാക്കുന്നത് എസ് ബ്ലോക്ക് എലമെന്റ്സ് ആണ്. അതിനെക്കുറിച്ച് ഒരു 4-5 പോയിന്റ്സ് പഠിച്ചിരിക്കാം. പിന്നെ രണ്ടാമത്തേതാണ് കോവലന്റ് ഹൈഡ്രൈഡ് ഫോം ചെയ്യിക്കുന്നത് പി ബ്ലോക്ക് എലമെന്റ്സ് ആണ്. ഈ കോവലന്റ് ഹൈഡ്രൈഡിൽ തന്നെ അതുപോലെ അതായത് പി ബ്ലോക്കിന്റെ ഹൈഡ്രൈഡിൽ തന്നെ 3 കാറ്റഗറിയിൽ ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രൈഡ്, ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഹൈഡ്രൈഡ്, ഇലക്ട്രോൺ പ്രിസൈസ് ഹൈഡ്രൈഡ്. ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഹൈഡ്രൈഡ് ഫോം ചെയ്യുന്നത് 13th ഗ്രൂപ്പ് എലമെന്റ് ആണ്. 14th ഗ്രൂപ്പ് എലമെന്റ് ഫോം ചെയ്യുന്നതാണ് എന്ത് ഇലക്ട്രോൺ പ്രിസൈസ് ഹൈഡ്രൈഡ്. എന്നാൽ 15 to 17 ഗ്രൂപ്പ് എലമെന്റ്സ് ഫോം ചെയ്യുന്നത് ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രൈഡ് ആണ്. ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രൈഡ് ആവുന്ന സമയത്ത് അതിന് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് വാട്ടറാണ്. വാട്ടറിൻ്റെ സ്ട്രക്ചർ H2O സ്ട്രക്ചർ നമുക്കിവിടെ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ വാട്ടറിനാണോ ഐസിനാണോ ഡെൻസിറ്റി കൂടുതൽ? അപ്പോൾ നമ്മൾ വെള്ളത്തിലേക്ക് ഐസ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ഐസ് വെള്ളത്തിൽ പൊന്തി നിൽക്കും. കാരണം അതിന് ഡെൻസിറ്റി കുറവാണ്. എന്താണ് അതിൻ്റെ ഡെൻസിറ്റി കുറയാനുള്ള കാരണം? അതിൻ്റെ സ്ട്രക്ചറാണ്. 3 ഡയമെൻഷണൽ നെറ്റ്വർക്ക് ആയിട്ടുള്ള ഹോളോ സ്ട്രക്ചറാണ് ഐസിനുള്ളത്. അതുകൊണ്ടാണ് അതിന് ഡെൻസിറ്റി കുറഞ്ഞത്. ഡെൻസിറ്റി കുറഞ്ഞതുകൊണ്ടാണ് അത് വാട്ടറിന് മുകളിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നത്. അതുപോലെ തന്നെ വാട്ടറിന് അസിഡിക് നാച്ചുറും കാണിക്കാൻ പറ്റും, ബേസിക് നാച്ചുറും കാണിക്കാൻ പറ്റും. അതായത് അതിൻ്റെ ആംഫോട്ടറിക് നാച്ചറാണ് നമ്മളവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇനി 2 ടൈപ്പ് വാട്ടർ ഉണ്ട്. ഹാർഡ് വാട്ടർ ഉണ്ട്, സോഫ്റ്റ് വാട്ടർ ഉണ്ട്. ഹാർഡ് വാട്ടർ എന്താണെന്ന് ചോദിച്ചാൽ സോപ്പ് പതയാത്ത വെള്ളത്തെയാണ് നമ്മൾ എന്തെന്ന് പറയാം ഹാർഡ് വാട്ടർ എന്ന് പറയാം. എന്നാൽ സോപ്പ് പെട്ടെന്ന് ലാതർ ഫോം ചെയ്യുന്നത് സോഫ്റ്റ് വാട്ടർ. ഇനി ഈ ഹാർഡ് വാട്ടറിൽ തന്നെ നമുക്ക് 2 കാറ്റഗറി കാണാൻ കഴിയുന്നത്. ഒന്ന് ടെമ്പററി ഹാർഡ്നെസ്സും 2 പെർമനൻറ്റ് ഹാർഡ്നെസ്സും. ടെമ്പററി ഹാർഡ്നെസ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് വരണം ബൈകാർബണേറ്റ് ആണ് ടെമ്പററി ഹാർഡ്നെസ്സിന് കാരണം. ബൈകാർബണേറ്റ്സ് ഓഫ് കാൽഷ്യം ആൻഡ് മാഗ്നീഷ്യം. പെർമനൻറ്റ് ഹാർഡ്നെസ്സിന് കാരണം ക്ലോറൈഡ്, സൾഫേറ്റ് എന്നീ സാധനങ്ങളാണ് എന്തുണ്ടാക്കുന്നത് പെർമനൻറ്റ് ഹാർഡ്നെസ് ഉണ്ടാക്കുന്നത്. ഇനി ടെമ്പററി ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ ബോയിലിംഗ് മെത്തേഡും ക്ലാർക്സ് മെത്തേഡും ആണുള്ളത്. അതുപോലെ തന്നെ പെർമനൻറ്റ് ഹാർഡ്നെസ് റിമൂവ് ചെയ്യാനുള്ള മെത്തേഡാണ് വാഷിംഗ് സോഡ വെച്ച് ട്രീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കാൽഗൻ പ്രോസസ്സ്, അയോൺ ഇലക്ട്രോൺ മെത്തേഡ്, പിന്നെ സിയോലൈറ്റ് പ്രോസസ്സ്, ഇതൊക്കെയാണ്. ഈ ഇതിൽ കാൽഗോൺ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ അതിൽ കാൽഗോണിൻ്റെ കെമിക്കൽ ഫോർമുല എന്താണ്? അത് എക്സാമിന് ചോദിക്കാറുണ്ട്. പിന്നെ ഇവിടെ H2O2 എന്ന് വെച്ചാൽ നമുക്കറിയാലോ ഹൈഡ്രജൻ പെറോക്സൈഡാണ്. H2O2 നമ്മൾ എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? ഹൈഡ്രജൻ പെറോക്സൈഡ് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഹൈഡ്രജൻ പെറോക്സൈഡിനെ ഗ്ലാസ് ബോട്ടിൽ സൂക്ഷിക്കാൻ പറ്റില്ല, കാരണം എന്താണ്? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെയാണ് ഇവിടുന്ന് വരാറുള്ളത്. ഓക്കെ, ദെൻ അടുത്തത് ഡ്യൂട്ടീരിയത്തിൻ്റെ, ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പായ ഡ്യൂട്ടീരിയത്തിൻ്റെ ഒരു കോമ്പൗണ്ടാണ് D2O. ഓക്കെ, അടുത്തതാണ് ഹൈഡ്രജൻ. നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യാറുണ്ട്? ഫ്യൂവലായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഹൈഡ്രജൻ എക്കണോമി. ഹൈഡ്രജനെ നമ്മൾ ഫ്യൂവലായി യൂസ് ചെയ്യുന്ന സമയത്ത് അതുകൊണ്ട് ഒരുപാട് മെറിറ്റ്സ് ഉണ്ടാകുന്നുണ്ട്, പക്ഷേ ഡീമെറിറ്റും ഉണ്ട്. ഡീമെറിറ്റ് എന്താണെന്ന് വെച്ചാൽ അത് സെൽഫ് എക്സ്പ്ലോസിങ് ഗ്യാസ് ആണ്. അതുകൊണ്ട് അതിൻ്റെ സ്റ്റോറേജും ട്രാൻസ്പോർട്ടേഷനൊക്കെ നമുക്ക് ഡിഫിക്കൽട്ടാണ്. അടുത്തത് നമ്മുടെ ചാപ്റ്ററാണ് എസ് ബ്ലോക്ക് എലമെൻറ്റ്സിൽ 2 പാർട്ടായിട്ടാണ് ഈ ചാപ്റ്ററിൽ കാര്യങ്ങൾ പറയുന്നത്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നതിൽ കുറച്ച് കോമ്പൗണ്ടിനെ കുറിച്ചും പിന്നെ അതിലെ പ്രോപ്പർട്ടീസിനെ കുറിച്ചുമാണ് അതിൽ കാര്യങ്ങൾ പറയുന്നത്. അതിൽ സോഡിയത്തിൻ്റെ ഒരു 4 കോമ്പൗണ്ട്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ 4 കോമ്പൗണ്ടിനെ കോമൺ നെയിം മസ്റ്റായിട്ടും നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, അത് മാച്ച് ദി ഫോളോയിങ് ആയിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അതുപോലെ തന്നെ കാൽഷ്യത്തിൻ്റെ ഈ 4 കോമ്പൗണ്ടിൻ്റെ കോമൺ നെയിം എന്തൊക്കെയാണ്? ഓക്കെ, അത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം. അപ്പോൾ NaOH പറയുന്ന പേരാണ് കോസ്റ്റിക് സോഡ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സെല്ലാണ് കാസ്നർ-കെൽനർ സെൽ. ആ സെല്ലിൽ വെച്ചിട്ടാണ് കോസ്റ്റിക് സോഡ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. NaCl സൊല്യൂഷനെ കാസ്നർ-കെൽനർ സെല്ലിൽ വെച്ച് ഇലക്ട്രോളിസിസ് നടത്തിയിട്ടാണ് കോസ്റ്റിക് സോഡ നമ്മൾ ഉണ്ടാക്കുന്നത്. രണ്ടാമത്തേതാണ് NaCl എന്ന് പറഞ്ഞാൽ സീ വാട്ടറിന് ഇവാപ്പറേഷൻ നടത്തി നമ്മൾ NaCl ഫോം ചെയ്യിച്ചു. Na2CO3.NH2O എന്ന് വെച്ചാൽ അത് വാഷിംഗ് സോഡയാണ്. വാഷിംഗ് സോഡ പ്രിപ്പറേഷൻ മസ്റ്റാണ്. 3 മാർക്കിനുള്ള ക്വസ്റ്റ്യനാണ്. സോളിഡ് പ്രോസസ്സിലൂടെയാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? വാഷിംഗ് സോഡ പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി NaHCO3 എന്ന് വെച്ചാൽ എന്താണോ? ബേക്കിംഗ് സോഡ. ഓക്കെ, അപ്പോൾ ബേക്കിംഗ് സോഡ ഉണ്ടാക്കുന്നത് Na2CO3ൻ്റെ സൊല്യൂഷനിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്തിട്ടാണ് ബേക്കിംഗ് സോഡ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിലെല്ലാത്തിൻ്റെയും യൂസസ് ഒരു 2 യൂസ് വെച്ചിട്ടെങ്കിലും നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം. അടുത്തതാണ് CaO എന്ന് വെച്ചാൽ ക്യുക്ക് ലൈമാണ്. പിന്നെ അടുത്തത് CaCO3 എന്ന് വെച്ചാൽ ലൈം സ്റ്റോൺ ആണ്. അടുത്തത് CaOH എന്ന് വെച്ചാൽ എന്താ? സ്ലേക്ഡ് ലൈമാണ്. CaSO4.12H2O എന്ന് വെച്ചാൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ്.
ഓക്കെ, ഇതിൽ സാധാരണയായി എക്സാമിന് എപ്പോഴും ക്വസ്റ്റ്യൻ വരാറുള്ളത് CaOH ട്വൈസിലൂടെ, അതായത് സ്ലേക്ക് ലൈമിലൂടെ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്താൽ എന്ത് സംഭവിക്കും എന്നുള്ള ക്വസ്റ്റ്യനാണ് റിപ്പീറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്താൽ എന്താ സംഭവിക്കുക? മിൽക്കി കളർ ഫോം ചെയ്യും. എന്താ മിൽക്കി കളറിന് കാരണം? CaCO3 ഫോർമേഷനാണ്. അത് നമ്മുടെ ഈ ചാനലിൽ തന്നെ വേറെ ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ. അപ്പോൾ CaOH ട്വൈസിലൂടെ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്യുമ്പോൾ CaCO3 ഫോം ചെയ്യുന്നു. അതുകൊണ്ട് അവിടെ ഒരു മിൽക്കി കളർ അപ്പിയർ ചെയ്യുന്നു. വീണ്ടും നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ പാസ് ചെയ്യുകയാണെങ്കിൽ ആ മിൽക്കി കളർ അവിടെ ഡിസപ്പിയർ ആവും. ഓക്കെ, അതിന് കാരണം എന്താണെന്ന് എക്സാമിന് ചോദിക്കാറുണ്ട്. അതിന് കാരണം കാൽഷ്യം ബൈകാർബണേറ്റിൻ്റെ ഫോർമേഷനാണ്. ദെൻ നെക്സ്റ്റ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ ഫോർമുലയാണ് CaSO4.12H2O. എന്നാൽ CaSO4 ഈ ഹാഫിന് പകരം 2H2O ആണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് ജിപ്സം. ഈ ജിപ്സത്തിനെ ഹീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? പ്ലാസ്റ്റർ ഓഫ് പാരീസ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ യൂസസ്, പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ പ്രോപ്പർട്ടീസ്, ഈ രണ്ട് സംഗതികളാണ് ഇവിടെ പഠിച്ചു വയ്ക്കേണ്ടത്. അടുത്തത് ഫസ്റ്റ് ഗ്രൂപ്പ്. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും എലമെൻറ്റ്സ് ആണ്. ഫസ്റ്റ് ഗ്രൂപ്പിലെ ഫസ്റ്റ് എലമെൻ്റായി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ലിഥിയത്തിനെയാണ്. ഈ ലിഥിയത്തിന് ബാക്കിയുള്ള എലമെൻറ്റ്സിൽ നിന്ന് ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് അനോമലസ് ബിഹേവിയർ. അപ്പോൾ ലിഥിയത്തിൻ്റെ അനോമലസ് ബിഹേവിയറും സെക്കൻഡ് ഗ്രൂപ്പിലെ ഫസ്റ്റ് എലമെൻ്റായ ബെറീലിയത്തിൻ്റെ അനോമലസ് ബിഹേവിയറും എക്സാമിന് എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ ഒരു 4 അനോമലസ് ബിഹേവിയർ എങ്കിലും നമ്മൾ പഠിച്ചു വയ്ക്കണം. പിന്നെ ലിഥിയം ആരോടാണ് ഡയഗണലി റിലേറ്റഡ് ആയിട്ടുള്ളത്? ലിഥിയം മെഗ്നീഷ്യത്തോട് ഡയഗണൽ റിലേഷൻ കാണിക്കും. അപ്പോൾ ആ സിമിലാരിറ്റി എന്താണെന്നുള്ളത് പഠിച്ചു വയ്ക്കണം. അതുപോലെ തന്നെ ബെറീലിയം അലുമിനിയത്തിനോട് ഡയഗണൽ റിലേഷൻ കാണിക്കും. പിന്നെ ബെറീലിയം ക്ലോറൈഡിൻ്റെ സോളിഡ് ഫോമിൽ, അതുപോലെ തന്നെ വേപ്പർ ഫേസിൽ ഈ രണ്ട് ഇതിലുള്ള സ്ട്രക്ചേഴ്സ് നിർബന്ധമായും വരച്ച് പഠിച്ചിട്ടുണ്ടാവും. ഇനി ഇവിടെ പഠിക്കേണ്ട വേറൊരു സംഗതിയാണ്, ഇതിൽ ഫസ്റ്റ് ഗ്രൂപ്പിൽ പൊട്ടാസ്യത്തിൻ്റെയും അതുപോലെ തന്നെ സോഡിയത്തിൻ്റെയും ബയോളജിക്കൽ ഇമ്പോർട്ടൻസ്, സെക്കൻഡ് ഗ്രൂപ്പിൽ എന്താ പറയുക നമ്മൾ കാൽഷ്യത്തിൻ്റെയും മെഗ്നീഷ്യത്തിൻ്റെയും ബയോളജിക്കൽ ഇമ്പോർട്ടൻസ്, ക്ലോറോഫില്ലിൽ കാണപ്പെടുന്ന മെറ്റൽ ഏതാണ് എന്നതാണ് ഇവിടുന്ന് വരുന്ന വേറൊരു ക്വസ്റ്റ്യൻ. ക്ലോറോഫില്ലിൽ കാണപ്പെടുന്ന മെറ്റൽ ഏതാണോ നമുക്കറിയാം, ഏതാണ്? മെഗ്നീഷ്യമാണ്. അടുത്തത് ഇവിടെ പഠിക്കേണ്ടത് ലിക്വിഡ് അമോണിയായിട്ട് ആൽക്കലി മെറ്റൽ റിയാക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു കളറ് ഫോം ചെയ്യും. ഏത് കളറാണ് ഫോം ചെയ്യുക? നല്ല ബ്ലൂ കളറ് ഫോം ചെയ്യും. എന്താണ് ആ ബ്ലൂ കളറിന് കാരണം? ബ്ലൂ കളറിന് കാരണം അവിടെയുള്ള അമോണിയേറ്റഡ് ഇലക്ട്രോൺസ് ആണ്. ആ ഇലക്ട്രോൺ വിസിബിൾ റീജിയൻ എന്ന എനർജി അബ്സോർബ് ചെയ്യുന്നത് കൊണ്ടാണ് അവിടെ എന്തുണ്ടാവുന്നത്? ബ്ലൂ കളർ ഉണ്ടാവുന്നത്. ഇനി തീയിൽ കാണിക്കുമ്പോൾ കളർ ഉണ്ടാവുന്നതിന് ആ തീയിൻ്റെ കളറിനെ പറയുന്ന പേരാണ് എന്ത്? ഫ്ലെയിം കളർ. ഫ്ലെയിം കളർ, ഓരോ എലമെൻറ്റിനും ഓരോ ഫ്ലെയിം കളർ ഉണ്ട്. ആ കളർ എന്താണെന്നും ആ കളറിന് കാരണം എന്താണെന്നും നമ്മളൊന്ന് ജസ്റ്റ് നോക്കിയിട്ടുണ്ടാവണം. ആരാ മക്കളെ? അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പി ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. പി ബ്ലോക്ക് എലമെൻറ്റ്സിൽ പഠിക്കേണ്ട ഒരു കാര്യമാണ് ബോറോണിൻ്റെ കോമ്പൗണ്ട്. അതിൻ്റെ 3 കോമ്പൗണ്ട്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. 1 ബൊറാക്സ്, 2 ഓർത്തോബോറിക് ആസിഡ്, 3 ഡൈബോറൈൻ. ഈ ബൊറാക്സിൽ ക്വസ്റ്റ്യൻ വരാറുള്ളത് വാട്ട് ഈസ് ബൊറാക്സ് ബീറ്റ് ടെസ്റ്റ് എന്നുള്ള ക്വസ്റ്റ്യനാണ്. ബൊറാക്സ് ബീറ്റ് ടെസ്റ്റ് നമുക്കറിയാം ട്രാൻസിഷൻ എലമെൻസിനെ കണ്ടെത്താനുള്ള ഒരു ടെസ്റ്റാണ്. അതായത് അതിനൊരു കളർ ഉണ്ടായിരിക്കും. ആ കളറിനെ ബേസ് ചെയ്ത് ട്രാൻസിഷൻ മെറ്റൽസിനെ കണ്ടെത്താനുള്ള ടെസ്റ്റിനെ പറയുന്ന പേരാണ് ബൊറാക്സ് ബീറ്റ് ടെസ്റ്റ്. അടുത്തതാണ് H3BO3. H3BO3 നമ്മൾ വേറൊരു ഫോമിലും കൂടി എഴുതാറുണ്ട്, BOH ട്രൈസ്. അതായത് ബോറോൺ ഉണ്ട്, ബോറോണിന് ചുറ്റും 3 OH. അപ്പോൾ ഇവിടെ ബോറോൺ എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്. ഇതിൻ്റെ സ്ട്രക്ചർ എന്തായാലും പഠിച്ചിട്ടുണ്ടാവണം. ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയതുകൊണ്ട് ഇത് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യും. അക്സെപ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഇത് എന്താണ്? ലൂയിസ് ആസിഡാണ്. ലൂയിസ് ആസിഡ് എന്ന് പറഞ്ഞാൽ ഒരു വീക്ക് ആസിഡാണ്. അപ്പോൾ H3BO3 ഈസ് നോട്ട് എ പ്രോട്ടോണോയിക് ആസിഡ്. വൈൻ ചോദിക്കും. H3BO3 അതിൻ്റെ അടുത്ത് 3 ഹൈഡ്രജൻ ഉണ്ടായിട്ട് പോലും ഒന്നിനെ കൊടുക്കണില്ല. പകരം അത് മറ്റേൻ്റെ അടുത്ത് നിന്നുള്ള വാട്ടറൊക്കെ ആയിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് വാട്ടറിൻ്റെ അടുത്തുള്ള ഹൈഡ്രജൻ അത് അക്സെപ്റ്റ് ചെയ്യുകയും കൂടി ചെയ്യും. OH- അത് അക്സെപ്റ്റ് ചെയ്യും വാട്ടറിൻ്റെ അടുത്തുള്ള. കാരണം ഇത് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയതുകൊണ്ട് OH- ഇലക്ട്രോൺ പെയറിനെ എന്ത് ചെയ്യും? അക്സെപ്റ്റ് ചെയ്യും. അടുത്തതാണ് B2H6. B2H6ൻ്റെ പേരാണ് ഡൈബോറൈൻ. B2H6ൽ സ്ട്രക്ചറാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഡൈബോറൈൻ്റെ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളത്. അടുത്തത് കാർബണിൻ്റെ അലോട്രോപ്സ് ആണ്. കാർബണിൻ്റെ അലോട്രോപ്സ് 3 നമുക്ക് പഠിക്കാറുള്ളത്. ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ. ഇതിൽ ഡയമണ്ടിൻ്റെയും ഗ്രാഫൈറ്റിൻ്റെയും സ്ട്രക്ചർ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഗ്രാഫൈറ്റിനെ ഒരു സോളിഡ് ലൂബ്രിക്കൻ്റായിട്ട് യൂസ് ചെയ്യുന്നു. എന്താണ് റീസൺ എന്ന് ചോദിക്കാറുണ്ട്. സോളിഡ് ലൂബ്രിക്കൻ്റായിട്ട് യൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഗ്രാഫൈറ്റിന് ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ആണ്. ഇറ്റ് ഡസ് നോട്ട് വാപ്പറൈസ്.
ഓക്കെ, അപ്പോൾ നമ്മൾ ഹോട്ട് മെഷീൻ പാർട്ടിലൊക്കെ ലൂബ്രിക്കൻ്റ് ആയിട്ട് യൂസ് ചെയ്താൽ അത് വാപ്പറൈസ് ചെയ്ത് പോവില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു മെറിറ്റ്. ഓക്കെ, പിന്നെ ഡയമണ്ടിൻ്റെ യൂസസ് പഠിക്കണം. ഫുള്ളറിൻ, പല ടൈപ്പ് ഫുള്ളറീൻസ് നമുക്ക് കാണപ്പെടുന്നുണ്ട്. ഫുള്ളറിൻ്റെ പ്രിപ്പറേഷൻ ഗ്രാഫൈറ്റിനെ ഹീറ്റ് ചെയ്തിട്ടാണ്, അതാണ് അവിടുന്ന് സാധാരണ ചോദിക്കാറുള്ളത്. പിന്നെ കാർബണിൻ്റെ 2 കോമ്പൗണ്ട്സ് ആണ്, കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും. നമ്മൾ നേരത്തെ പറഞ്ഞു ഹൈഡ്രജനിൽ CO+H2 പറയുന്ന പേര് വാട്ടർ ഗ്യാസ്, CO+N2 ആണെങ്കിൽ അതിനെ പറയുന്ന പേര് പ്രൊഡ്യൂസർ ഗ്യാസ്, അതിവിടെ ചോദിക്കാറുണ്ട്. ദെൻ നെക്സ്റ്റ് ഹിയർ സിലിക്കണിൻ്റെ കോമ്പൗണ്ട്സ് ആണ്. സിലിക്കണിൻ്റെ 4 കോമ്പൗണ്ട്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. സിലിക്ക, സിലിക്കോൺ, സിലിക്കേറ്റ്, സിയോലൈറ്റ്, ഈ 4 എണ്ണമാണ് സിലിക്കണിൻ്റെ കോമ്പൗണ്ട്സ്. സിലിക്ക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫോർമുല SiO2 ആണ്. സിലിക്ക എവിടേക്കാണ് യൂസ് ചെയ്യാറുള്ളത്? സിലിക്കയുടെ സ്ട്രക്ചർ എങ്ങനെയാണ്? SiO2 ഒരു സോളിഡാണ്, പക്ഷേ CO2 കാർബണിൻ്റെ താഴെ വരുന്ന എലമെൻ്റ് ആണല്ലോ സിലിക്കൺ. CO2 ഒരു ഗ്യാസാണ്. എന്താണ് കാരണം? ഇത് എക്സാമിന് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. സിലിക്കോൺ എന്ന് വെച്ചാൽ ഓർഗാനോ സിലിക്കൺ പോളിമറിനെയാണ് നമ്മൾ സിലിക്കോൺ എന്ന് പറയാം. R2SiO എന്നതാണ് അതിൻ്റെ. പിന്നെ സിലിക്കേറ്റിൽ ചോദിക്കാറുള്ളത് സിലിക്കേറ്റിൻ്റെ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് എന്താണ്? സിലിക്കേറ്റിൻ്റെ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ആണ് SiO4 4- എന്നുള്ളതാണ് സിലിക്കേറ്റിൻ്റെ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ്. അടുത്ത കോമ്പൗണ്ടാണ് സിയോലൈറ്റ്. സിയോലൈറ്റ് ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുള്ളത് നമ്മൾ ഹൈഡ്രജൻ പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചു. അതുപോലെ തന്നെ പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യും ഫോർ ക്രാക്കിംഗ് ആൻഡ് ഐസോമറൈസേഷൻ. ദെൻ നെക്സ്റ്റ് അടുത്തത് ഏറ്റവും സിമ്പിളായിട്ടുള്ള കെമിസ്ട്രിയിലെ ലാസ്റ്റ് ചാപ്റ്ററാണ് എൻവിറോൺമെൻറ്റൽ കെമിസ്ട്രി. എൻവിറോൺമെൻറ്റൽ കെമിസ്ട്രിയിൽ ചോദിക്കാറുള്ളത് ഗ്രീൻ ഹൗസ് ഗ്യാസ് ഏതൊക്കെയാണ്? ഗ്രീൻ ഹൗസ് ഗ്യാസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ്, CFC, O3, അതുപോലെ തന്നെ CH4, NO, H2O ഗ്യാസ്, ഇത്രയും എണ്ണമാണ് ഗ്രീൻ ഹൗസ് ഗ്യാസ്. ഗ്രീൻ ഹൗസ് ഗ്യാസ് ഏതൊക്കെയാണെന്നാണ് ഇവിടുന്ന് ക്വസ്റ്റ്യൻ വരാറുള്ളത്. അതുപോലെ തന്നെ ഗ്രീൻ ഹൗസ് ഗ്യാസിൻ്റെ എമൗണ്ട് കൂടുന്ന സമയത്ത് അത് ഗ്രീൻ ഹൗസ് ഗ്യാസിന് എന്ത് ചെയ്യും? ഗ്രീൻ ഹൗസ് ഗ്യാസ് UV ലൈറ്റ്, ഇൻഫ്രാറെഡ് ലൈറ്റിനെ എന്ത് ചെയ്യും? ട്രാപ്പ് ചെയ്ത് നിർത്തും. അപ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് ആവറേജ് ടെമ്പറേച്ചറിനേക്കാളും ഇൻക്രീസ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഗ്ലോബൽ വാർമിംഗ്. ഓക്കെ, ഗ്ലോബൽ വാർമിങ്ങിൻ്റെ എഫക്റ്റ് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ അടുത്തതാണ് ആസിഡ് റെയിൻ. നോർമൽ റെയിൻ വാട്ടറിൻ്റെ pH 5.6 ആണ്. അതിനേക്കാളും കുറയുന്നതിനെ പറയുന്ന പേരാണ് ആസിഡ് റെയിൻ. ഓസോൺ നമുക്കറിയാം സ്ട്രാറ്റോസ്ഫിയറിലാണ് കാണപ്പെടുന്നത്. UV ലൈറ്റിനെ നമ്മളിലേക്ക് വരാതെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്നത് ഓസോൺ ലെയറാണ്. ഓസോൺ ലെയറിന് ഡിപ്ലീഷൻ ഉണ്ടാക്കുന്നതാണ് CFC. അതിൻ്റെ 2-3 ഇക്വേഷനൊക്കെ പഠിക്കാണ്ട് അതെന്തായാലും നോക്കണം. പിന്നെ 2 ടൈപ്പ് സ്മോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മോഗ് എന്ന് പറഞ്ഞാൽ സ്മോക്ക് പ്ലസ് ഫോഗാണ്. 2 ടൈപ്പ് സ്മോഗ് നമുക്ക് പഠിക്കാണ്ട്. ഒന്ന് ക്ലാസിക്കൽ സ്മോഗും രണ്ടാമത്തത് ഫോട്ടോ കെമിക്കൽ സ്മോഗും. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. അതുപോലെ തന്നെ ഫോട്ടോ കെമിക്കൽ സ്മോഗാണ് കുറച്ച് പ്രശ്നമായിട്ടുള്ളത്. അപ്പോൾ നമുക്കതെങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കണം. പിന്നെ ഇവിടെ പഠിക്കുന്നതാണ് BOD, അതായത് വാട്ടറിൽ ഒരു ഓർഗാനിക് വേസ്റ്റ് ഉണ്ടെങ്കിൽ ആ ഓർഗാനിക് വേസ്റ്റിനെ ഡീകേ ചെയ്യിക്കാൻ എത്ര ഓക്സിജൻ വാട്ടറിൽ യൂസ് ചെയ്തു, അപ്പോൾ ഓക്സിജൻ്റെ എമൗണ്ട് വാട്ടറിലുള്ളതിൽ കുറയും. അങ്ങനെ എത്ര ഓക്സിജനെ യൂസ് ചെയ്തു ആ ഓക്സിജൻ്റെ എമൗണ്ടിനെ പറയുന്ന പേരാണ് BOD. പിന്നെ ഇവിടുന്ന് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ് യൂട്രോഫിക്കേഷൻ. യൂട്രോഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ന്യൂട്രിയൻസ് കൂടുതലുള്ള വാട്ടർ ബോഡീസിൽ പ്ലാന്റ് പോപ്പുലേഷൻ അവിടെ വളരെ കൂടുതലായിരിക്കും. അങ്ങനെ പ്ലാന്റ് പോപ്പുലേഷൻ കൂടുതലാണെങ്കിൽ അതിൽ ഓക്സിജൻ്റെ കണ്ടൻറ്റ് കുറയും. അങ്ങനെ ഓക്സിജൻ കണ്ടൻറ്റ് കുറയുമ്പോൾ അതിലുള്ള അക്വാറ്റിക് അനിമൽസിന് അത് ഹാംഫുൾ എഫക്റ്റ് ചെയ്യും. അതിനെ പറയുന്ന പേരാണ് യൂട്രോഫിക്കേഷൻ. അതിൻ്റെ ഡെഫിനേഷൻ പഠിച്ചു വയ്ക്കണം. അടുത്തതായി നമ്മൾ കെമിസ്ട്രിയിലെ അവസാന ഭാഗമായ ഓർഗാനിക് കെമിസ്ട്രി നമുക്കറിയാലോ ഏറ്റവും കൂടുതൽ മാർക്കിന് ക്വസ്റ്റ്യൻ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുട്ടികളൊക്കെ എപ്പോഴും ടഫ് എന്ന് പറയുന്ന ഒരു പാർട്ടാണ് നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രി. അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് നെയിമിംഗ് ആണ്. ഓർഗാനിക് കെമിസ്ട്രിയിലെ ബേസിക് കൺസെപ്റ്റും ഹൈഡ്രോ കാർബണും കൂടി ക്ലബ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ് നെയിമിങ്ങിൽ നമുക്ക് സിമ്പിളായിട്ടുള്ള ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരാം, അല്ലെങ്കിൽ നല്ല ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ നെയിമിംഗ് നിങ്ങൾ പഠിക്കുമ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതൊക്കെ കോമ്പൗണ്ടിൻ്റെ നെയിമിംഗ് ആണോ ചോദിച്ചിട്ടുള്ളത് അതൊക്കെ ഒന്ന് നോക്കാം. പിന്നെ നമുക്കറിയാമല്ലോ ആൽഡിഹൈഡും കാർബോസിലിക് ആസിഡും രണ്ടും കൂടെ ഒരു ഗ്രൂപ്പിൽ വരികയാണെങ്കിൽ അതിൽ നമുക്ക് പ്രയോറിറ്റിയുടെ ഓർഡർ നമ്മൾ പഠിക്കേണ്ട. ആ പ്രയോറിറ്റിയുടെ ഓർഡറിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നെയിം ചെയ്യാൻ. പിന്നെ അതുപോലെ തന്നെ നമ്മളിങ്ങനെ ബോണ്ട് ലൈൻ റെപ്രസെൻറ്റേഷൻ ഉണ്ട്, അതുപോലെ തന്നെ കംപ്ലീറ്റ് റെപ്രസെൻറ്റേഷൻ ഉണ്ട്, അതുപോലെ കണ്ടൻസ്ഡ് ഫോർമുല ഉണ്ട്. ഇങ്ങനെ നമുക്ക് ഒരു ബോണ്ട് ലൈൻ റെപ്രസെൻറ്റേഷൻ തന്നിട്ട് ഈ കോമ്പൗണ്ടിൻ്റെ പേര് ഏതാണെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം നമുക്കറിയാമല്ലോ, ഇവിടെയൊക്കെ സീൻ അങ്ങനെ ഇട്ട് കൊടുക്കുക. ഒരു സാധാരണ പോലെ അത് ഏതാണ് കോമ്പൗണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്യാം. അടുത്തത് നമ്മൾ ഐസോമറിസ് ആണ്.
ഐസോമറിസത്തിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് ചെയിൻ ഐസോമറിസം, പൊസിഷൻ ഐസോമറിസം, ഫങ്ഷണൽ ഐസോമറിസം, മെറ്റാമറിസം. ഈ 4 ഐസോമറിസംസ് ആണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ ചെയിൻ ഐസോമറിസം കാണിക്കുന്നത് കാർബണും ഹൈഡ്രജനും മാത്രമുള്ള കോമ്പൗണ്ട്സ് ആയിരിക്കും. ഇനി പൊസിഷൻ ഐസോമറിസം എന്ന് പറഞ്ഞാൽ സെയിം ഫങ്ഷണൽ ഗ്രൂപ്പ് ആവും അതിലുണ്ടാവുക, പക്ഷേ ആ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പൊസിഷനിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഇനി ഫങ്ഷണൽ ഐസോമറിസം എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ CHO ആണെങ്കിൽ അതിൻ്റെ ഫങ്ഷണൽ ഐസോമർ CO ആയിരിക്കും. CHO ആണെങ്കിൽ അതിൻ്റെ ഫങ്ഷണൽ ഐസോമർ CO ആയിരിക്കും. അപ്പോൾ Hനായിട്ട് കളഞ്ഞു. COOH ആണെങ്കിൽ അതിൻ്റെ ഫങ്ഷണൽ ഐസോമർ COO ആയിരിക്കും. ആ Hനായിട്ട് കളഞ്ഞു. OH ആണെങ്കിൽ അതിൻ്റെ ഫങ്ഷണൽ ഐസോമർ OH വരുന്നത് ആൽക്കഹോളാണ്, O വരുന്നത് ഏതാണ്? ഈതർ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ഫങ്ഷണൽ ഗ്രൂപ്പ് വ്യത്യസ്തമായി വരുന്ന ഐസോമറിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഫങ്ഷണൽ ഐസോമറിസം. ഓക്കെ, ഇനി നമ്മൾ ബോണ്ട് പൊട്ടുന്ന രീതിയെ പറയുന്ന പേരാണ് ഫിഷൻ. അപ്പോൾ ഈ Cl2 എന്ന് പറഞ്ഞാൽ Cl സിംഗിൾ ബോണ്ട് Cl ആണല്ലോ. ഈ Cl2ൽ ഇവിടെ ഇലക്ട്രോൺ പെയറിൻ്റെ ഇലക്ട്രോൺസിൻ്റെ ഷെയറിങ് ആണ്. അപ്പോൾ ഈ ബോണ്ട് ഞാനിതാ ഇവിടെ ഇങ്ങനെ ബ്രേക്ക് ചെയ്യാണ്. അപ്പോൾ ഇതിന് ഇലക്ട്രോണിന് കിട്ടി, ഇതിന് ഇലക്ട്രോണിന് കിട്ടി, എനിക്ക് എൻ്റെതും കിട്ടി, അവനക്ക് അവൻ്റെതും കിട്ടി. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇലക്ട്രോണിനെ നമ്മൾ എന്താ പറയുക, ബോണ്ട് നമ്മൾ ഒരേപോലെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഹോമോലൈറ്റിക് ഫിഷൻ. അപ്പോൾ ഇവിടെ റാഡിക്കൽസ് ആണ് ഫോം ചെയ്യുന്നത്, ഫ്രീ റാഡിക്കൽസ് ആണ് ഇവിടെ ഫോം ചെയ്യുന്നത്. എന്നാൽ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തത് ഈ Cl ഈ ഇലക്ട്രോണിനെ ഇതിന് ഡൊണേറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഡൊണേറ്റ് ചെയ്യുമ്പോൾ ഈ Clന് ഏത് ചാർജ് ആണോ? പോസിറ്റീവ് ചാർജ്. പോസിറ്റീവ് ചാർജ് ഉള്ളതിന് നമ്മൾ പറയുന്ന പേരെന്താ? കാറ്റയോൺ. രണ്ടാമത്തേത് ഏതാണ്? നെഗറ്റീവ് ചാർജ്. നെഗറ്റീവ് ചാർജ് ഉള്ളതിനെ പറയുന്ന പേരാണ് ആനയോൺ. അപ്പോൾ ഇവിടെ ഒരു കാറ്റയോണും ആനയോണും ഫോം ചെയ്തു. ഇതിനെ പറയുന്ന പേരാണ് എന്ത്? ഹെറ്ററോലൈറ്റിക് ഫിഷൻ. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് എഫക്ട്സ് ആണ്. എഫക്ട്സിൽ ഇൻഡക്റ്റീവ് എഫക്റ്റ് ഉണ്ട്, മീസോമറിക് എഫക്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റ് ഉണ്ട്. ഈ 3 എഫക്റ്റുകളാണ് പ്രധാനമായിട്ടും ഇവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, ആ 3 എഫക്റ്റ് ക്ലിയർ ആയിട്ട് നോക്കിയിട്ട് വേണം നമ്മൾ എക്സാമിന് പോകാൻ. പിന്നെ നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ പ്യൂരിഫിക്കേഷനാണ്, പ്യൂരിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. ഇതിലേതെങ്കിലും ഒന്നിൻ്റെ പ്യൂരിഫിക്കേഷൻ, അല്ലെങ്കിൽ എക്സാമ്പിൾ പ്യൂരിഫിക്കേഷനിൽ സബ്ലിമേഷൻ ഉണ്ട്, ക്രിസ്റ്റലൈസേഷൻ ഉണ്ട്, ഡിസ്റ്റിലേഷൻ ഉണ്ട്, ക്രൊമറ്റോഗ്രാഫിക് മെത്തേഡ് ഉണ്ട്. ഇങ്ങനെ പല മെത്തേഡിൽ നമ്മൾ പ്യൂരിഫിക്കേഷൻ നടത്തുന്നുണ്ട്. അതിൽ ഈ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന പ്യൂരിഫിക്കേഷനിലെ സിമ്പിൾ ഡിസ്റ്റിലേഷൻ വരുന്നുണ്ട്, ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ സ്റ്റീം ഡിസ്റ്റിലേഷൻ വരുന്നുണ്ട്, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വരുന്നുണ്ട്. സിമ്പിൾ ഡിസ്റ്റിലേഷൻ നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുക ചോദിച്ചാൽ ബോയിലിംഗ് പോയിൻ്റ് തമ്മിൽ കാര്യമായ ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സിമ്പിൾ ഡിസ്റ്റിലേഷൻ ആയിരിക്കും. എന്നാൽ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എപ്പോഴാണ് യൂസ് ചെയ്യുക ചോദിച്ചാൽ ബോയിലിംഗ് പോയിൻ്റ് തമ്മിൽ വളരെ ചെറിയ ഡിഫറൻസേ ഉള്ളൂ എങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ആയിരിക്കും. എന്നാൽ സ്റ്റീം ഡിസ്റ്റിലേഷൻ യൂസ് ചെയ്യുക എപ്പോഴാണെന്ന് വെച്ചാൽ ആദ്യം കോമ്പൗണ്ടിനെ നമ്മൾ സ്റ്റീമിലൂടെ പാസ് ചെയ്യും. അപ്പോൾ ആ കോമ്പൗണ്ട് എന്ന് പറയുന്നത് സ്റ്റീം വോളറ്റൈൽ, സ്റ്റീമിൻ്റെ കൂടെ വരുന്നതാവണം. ഓക്കെ, എന്നിട്ട് സ്റ്റീം വോളറ്റൈലായിട്ടുള്ള ഈ കോമ്പൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യും? കളക്ട് ചെയ്യും. അപ്പോൾ ഈ സ്റ്റീമുണ്ട്, പ്യുവർ കോമ്പൗണ്ടും ഉണ്ട്. അപ്പോൾ സ്റ്റീം ലിക്വിഡായി നിൽക്കുന്ന സമയത്ത് രണ്ടും 2 ലെയറായിട്ട് നിൽക്കുന്നതാവണം. അങ്ങനെയുള്ളതിൻ്റെ കേസിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? സ്റ്റീം ഡിസ്റ്റിലേഷൻ യൂസ് ചെയ്യുക. ഇനി അടുത്തതാണ് ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ. ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു കോമ്പൗണ്ടിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് വളരെ കൂടുതലാണെങ്കിൽ ആ ബോയിലിംഗ് പോയിൻ്റ് പ്രഷർ കുറഞ്ഞാൽ നമുക്കറിയാം ബോയിലിംഗ് പോയിൻ്റ് കുറയും, പ്രഷർ കൂടുതലാണെങ്കിൽ ബോയിലിംഗ് പോയിൻ്റ് കൂടും. അപ്പോൾ ഇവിടെ പ്രഷർ കുറയ്ക്കുക, പ്രഷർ കുറയ്ക്കുമ്പോൾ വാക്യൂം പമ്പ് ഉപയോഗിച്ച് പ്രഷർ കുറയ്ക്കുന്ന സമയത്ത് അതിൻ്റെ ബോയിലിംഗ് പോയിൻറ്റും ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടാവും? കുറഞ്ഞിട്ടുണ്ടാവും. അതാണ് ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ. ഇനി അടുത്തത് ബേസിക് കൺസെപ്റ്റിൽ ഡിസ്കസ് ചെയ്യുന്ന 2 ടോപ്പിക്കാണ് ക്വാളിറ്റേറ്റീവ് അനാലിസിസും ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസും. ക്വാളിറ്റേറ്റീവ് അനാലിസിസിൽ ഒരു കോമ്പൗണ്ടിനെ ടീച്ചർ നമ്മുടെ കയ്യിൽ തന്നാൽ അതിൽ കാർബൺ ഉണ്ടോ, ഹൈഡ്രജൻ ഉണ്ടോ, നൈട്രജൻ ഉണ്ടോ, ഫോസ്ഫറസ് ഉണ്ടോ, സൾഫർ ഉണ്ടോ, ഇങ്ങനെ ഓരോ കോമ്പൗണ്ട്സ് ഓരോ എലമെൻറ്റ്സ് അത് ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ക്വാളിറ്റി. അതിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് അറിയാം, അതാണ് ക്വാളിറ്റി. അതിൽ നമ്മൾ കാർബൺ ഉണ്ടോ ഹൈഡ്രജൻ ഉണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളതിനെ കോപ്പർ ഓക്സൈഡിലൂടെ പാസ് ചെയ്യണം. അപ്പോൾ കാർബൺ ഉണ്ടെങ്കിൽ അത് കാർബൺ ഡൈ ഓക്സൈഡ് ആവും, ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ അത് വാട്ടറായി മാറും. കോപ്പർ ഓക്സൈഡ് വെച്ച് ഹീറ്റ് ചെയ്യാണ് ചെയ്യാം. ഇനി നൈട്രജൻ, ഹാലോജൻ, സൾഫർ, ഈ 3 സാധനങ്ങളിനെ അറിയാൻ വേണ്ടി നമ്മൾ ലെസൈൻ എക്സ്ട്രാക്റ്റ് പ്രിപ്പയർ ചെയ്യണം. ലെസൈൻ എക്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സോഡിയത്തിന് എടുക്കും ടെസ്റ്റ് ട്യൂബിൽ, എന്നിട്ട് അതിന് നമ്മൾ മെൽറ്റ് ചെയ്യും, എന്നിട്ട് അതിലേക്ക് കോമ്പൗണ്ട് ആഡ് ചെയ്യും, ഹീറ്റ് ചെയ്യും, എന്നിട്ട് അതിലേക്ക് കുറച്ച് വാട്ടർ ആഡ് ചെയ്യും, ഹീറ്റ് ചെയ്യും. അങ്ങനെ കിട്ടുന്ന എക്സ്ട്രാക്റ്റിനെ പറയുന്ന പേരാണ് ലെസൈൻ എക്സ്ട്രാക്റ്റ്. ആ ലെസൈൻ എക്സ്ട്രാക്റ്റിൽ നൈട്രജൻ ഉണ്ടെങ്കിൽ അത് NaCN ഫോമിലായിരിക്കും കാണപ്പെടുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ആ നൈട്രജനെ ഉണ്ടോ എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ എന്താ ചെയ്യും? ഫെറസ് സൾഫേറ്റ് ആഡ് ചെയ്യും, H2SO4 ആഡ് ചെയ്യും. അപ്പോൾ ഒരു പ്രഷ്യൻ ബ്ലൂ കളർ ഉണ്ടെങ്കിൽ അതിൽ നൈട്രജൻ ഉണ്ട്.
ഇനി രണ്ടാമത്തത് നമ്മൾ ഹാലജൻ ഉണ്ടോ എന്നാണ് അറിയേണ്ടതെന്ന് വിചാരിക്കാം. ഹാലജൻ ഉണ്ട് എന്നറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡിലേക്ക് ഹാലജൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ വരേണ്ടത് AgNO3 നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യും. സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്യും. അസിഡിഫൈ ചെയ്യാൻ വേണ്ടി HNO3 ആഡ് ചെയ്യും. അപ്പോൾ ഒരു പ്രിസിപ്പിറ്റേറ്റ് അവിടെ ഫോം ചെയ്യും. അത് AgX ആയിരിക്കും. അത് വൈറ്റ് പ്രിസിപ്പിറ്റേറ്റ് ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്നത് ക്ലോറിൻ ആണ്. അത് അമോണിയം ഹൈഡ്രോക്സൈഡിൽ സോലുബിൾ ആണ്. എന്നാൽ ഒരു പെയിൽ യെല്ലോ പ്രിസിപ്പിറ്റേറ്റ് ആണെങ്കിൽ അതിലുള്ളത് ബ്രോമിൻ ആണ്. അവിടെ ഉണ്ടായിട്ടുള്ളത് AgBr ആണ് അവിടെ ഫോം ചെയ്തിട്ടുള്ളത്. അത് അമോണിയം ഹൈഡ്രോക്സൈഡിൽ പാർഷ്യലി സോലുബിളാണ്. എന്നാൽ യെല്ലോ പ്രിസിപ്പിറ്റേറ്റ് ആണെങ്കിലോ അതിലുള്ളത് അയഡിൻ ആണ്. അതെന്താണ്, ഇൻസോലുബിൾ ആണ് അമോണിയം ഹൈഡ്രോക്സൈഡിൽ. ഇനി നമുക്ക് സൾഫറിനെ അറിയണമെന്ന് വിചാരിക്കുക. സൾഫറിനെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്യാം ലെഡ് അസറ്റേറ്റ് ആഡ് ചെയ്യും. സൾഫറിന് ഉണ്ടോയെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഏതാ റിയേജൻ്റ് ആഡ് ചെയ്യാമെന്നാണ് അടുത്തത് നോക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഓരോ കോമ്പൗണ്ടിനെയും നൈട്രജൻ, സൾഫർ, ഹാലജൻ ഇതിലൊക്കെ നമ്മൾ ഏത് റിയേജൻ്റ് ആഡ് ചെയ്യുന്നു, അപ്പോൾ ഏത് കളർ അവിടെ ഫോം ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം. ഇനി അടുത്തതാണ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്. ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിൽ പറയുന്നത് കാർബൺ എത്ര പെർസെൻറ്റേജ് ഉണ്ട്, ഹൈഡ്രജൻ എത്ര പെർസെൻറ്റേജ് ഉണ്ട്, അതുപോലെ തന്നെ നൈട്രജൻ എത്ര പെർസെൻറ്റേജ് ഉണ്ട്, അങ്ങനെ നമ്മൾ മെഷർ ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയാം, ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് പറയാം. ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇപ്പോൾ കാർബണിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആണെങ്കിൽ ഈ കാർബൺ അവിടെ കാർബൺ ഡൈ ഓക്സൈഡായി മാറിയിട്ടാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ കാർബണിൻ്റെ മാസ് എത്രയാണ്, 12 ബൈ അത് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ടാണല്ലോ മാറിയത്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാസ് ഇൻറ്റു M1 എന്ന് പറഞ്ഞാൽ എത്ര കാർബൺ ഡൈ ഓക്സൈഡ് അവർ ഫോം ചെയ്തു ബൈ M ഇൻറ്റു 100. അങ്ങനത്തെ ഫോമില ആ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് കാർബൺ ഡൈ ഓക്സൈഡിനെ ചെയ്യാം. അതിന് ഓരോന്നിൻ്റെയും ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ചെയ്യുന്നതുണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നൈട്രജൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്. നൈട്രജൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിൽ 2 മെത്തേഡ് ഉണ്ട്. ഒന്ന് ഡ്യൂമാസ് മെത്തേഡും രണ്ടാമത്തത് ജെൽദാൽസ് മെത്തേഡും. ഡ്യൂമാസ് മെത്തേഡ് എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നൈട്രജനെ N2 ഗ്യാസ് ആക്കി മാറ്റിയിട്ടാണ് നമ്മളവിടെ എന്ത് ചെയ്യുന്നത്, ടെസ്റ്റ് നടത്തുന്നത്. ഇനി ജെൽദാൽസ് മെത്തേഡിലാണെങ്കിൽ നൈട്രജനെ NH3 ആക്കി മാറ്റിയിട്ടാണ് അവിടെ ടെസ്റ്റ്. ഇനി ഒന്നും അറിയാത്ത കുട്ടിയാണെങ്കിൽ തന്നെ ഇത് എഴുതി വെച്ചാൽ അത്യാവശ്യം ഒരു മാർക്ക് നമുക്ക് കിട്ടും. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇലക്ട്രോഫൈൽ എന്ന് പറയുന്ന സംഭവമുണ്ട്, ന്യൂക്ലിയോഫൈൽ എന്ന് പറയുന്ന സംഭവമുണ്ട്. നമുക്കറിയാലോ എന്താണ് ഇലക്ട്രോഫൈൽ എന്ന് വെച്ചാൽ. ഇലക്ട്രോഫൈൽ എന്ന് വെച്ചാൽ ഇലക്ട്രോൺ ലവിങ് സ്പീഷീസ് ആണ്. ഇലക്ട്രോണിനോട് ലവ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചാർജ് എന്തായിരിക്കും, ഇലക്ട്രോണിൻ്റെ ഓപ്പോസിറ്റ് ചാർജ് ആയിരിക്കും, അതായത് പോസിറ്റീവ് ചാർജ് ആയിരിക്കും. അതായത് Cl+ എന്ന് പറയുന്നത് അത് ഇലക്ട്രോഫൈലാണ്. എന്നാൽ Cl- എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചാർജ് നെഗറ്റീവാണ്. അപ്പോൾ അത് ന്യൂക്ലിയസിനോടാണ് അട്രാക്ഷൻ. സോ ദിസ് ഇസ് ന്യൂക്ലിയോഫൈൽ. അപ്പോൾ ഇവിടെ ഇലക്ട്രോഫൈൽ എന്താണ്, ന്യൂക്ലിയോഫൈൽ എന്താണ്, അത് കുറേ എണ്ണം തന്നിട്ട് ഇതിൽ ഏതാണ് ഇലക്ട്രോഫൈൽ ഏതാണ് ന്യൂക്ലിയോഫൈൽ ചോദിക്കുകയാണെങ്കിൽ പോസിറ്റീവ് ചാർജ് ഉള്ളതൊക്കെ ഇലക്ട്രോഫൈലാണ്, നെഗറ്റീവ് ചാർജ് ഉള്ളതൊക്കെ ന്യൂക്ലിയോഫൈലാണ്. നമ്മളോട് തരും BCl3 തരും. ഇതിന് ചാർജൊന്നുമില്ല. നമ്മളെങ്ങനെ ഇലക്ട്രോഫൈലാണോ ന്യൂക്ലിയോഫൈലാണോ എന്ന് കണ്ടെത്താം. അപ്പോൾ നമ്മൾ നോക്കുക BCl3 എന്ന് പറയുന്നത് ഇലക്ട്രോൺ റിച്ച് ആണോ, ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണോ, ഇലക്ട്രോൺ പ്രിസൈസ് ആണോ നോക്കുക. ഇവിടെ 2, 4, 6 ആകെ 6 ഇലക്ട്രോൺ ആണുള്ളത്. അപ്പോൾ ഇതിവിടെ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്. ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയതുകൊണ്ട് അതിന് ഇലക്ട്രോൺ കുറവാണ്. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് വേണം. ഇലക്ട്രോൺ റിച്ച് ആണെങ്കിൽ അതിന് പിന്നെ ഇലക്ട്രോണിനോട് ഇഷ്ടം ഉണ്ടാവില്ല. ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ അതിന് ഇലക്ട്രോണിനോട് ഇഷ്ടം ഉണ്ടാവും. അങ്ങനെ നോക്കിയിട്ടാണ് നമ്മൾ ഇലക്ട്രോഫൈലാണോ ന്യൂക്ലിയോഫൈലാണോ എന്ന് കണ്ടെത്തുക. ഇനി ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നമ്മൾ പഠിക്കണം. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ സൾഫണേഷൻ, നൈട്രേഷൻ, ഹാലജനേഷൻ, ഫ്രെഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ, ഈ സംഭവങ്ങളാണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നമ്മൾ പഠിക്കുന്നത്. അതിൽ റിയേജൻ്റ് ഏതാണ്, ആ റിയേജൻ്റ് ആഡ് ചെയ്യുമ്പോൾ ഏതാണ് അവിടെ വരുന്നത്, സബ്സ്റ്റിറ്റ്യൂൻ്റ് വരുന്നത് എന്നുള്ളത് നമുക്ക് അറിഞ്ഞാൽ മതി. ഇനി ഹക്കൽ റൂൾ ഒരു കോമ്പൗണ്ട് ആരോമാറ്റിക് ആണോ അല്ലേന്ന് അറിയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന റൂളാണ് എന്ത്, ഹക്കൽ റൂൾ. 4n+2 പൈ ഇലക്ട്രോൺ ഉണ്ടാവണം. 4n+2 പൈ ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അതെന്താണ്, ആരോമാറ്റിക് ആണെന്നാണ് ഇതിൽ നമ്മൾ സിമ്പിളായിട്ട് പറയുന്നത്. ഇനി ജിയോമെട്രിക്കൽ ഐസോമറിസം. ഇപ്പോൾ ഒരു ഡബിൾ ബോണ്ടുള്ള കോമ്പൗണ്ട് ആണെങ്കിൽ നോക്കണോ, ഇതൊരു ഡബിൾ ബോണ്ടുള്ള കോമ്പൗണ്ടാണ്. ഈ ഡബിൾ ബോണ്ടിൻ്റെ ഒരേ സൈഡിൽ ഒരേതാണെങ്കിൽ നമ്മളതിനെ പറയും സിസ് ഐസോമർ. എന്നാൽ അതിൻ്റെ ഇപ്പോൾ ഇവിടെ എക്സ് ആണ്, ഇവിടെ എക്സ് ആണ്, ഇത് സിസ് ആണ്. എന്നാൽ ഈ എക്സ് ഇവിടുന്ന് മാറിയിട്ട് ഇതാ ഇവിടെയാണെന്ന് വിചാരിക്കും, ഇവിടെ എക്സും ഇവിടെ വൈ ആണ്. അപ്പോൾ സെയിം കോമ്പൗണ്ട് പ്രസൻറ്റ് ഓൺ ദി ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദി ഡബിൾ ബോണ്ട്, ദിസ് ഇസ് കോൾഡ് ട്രാൻസ് ഐസോമർ. അതാണ് ജിയോമെട്രിക്കൽ ഐസോമറിസം, സിസ്സും ട്രാൻസും. ഇനി ഇവിടെ സാധാരണ എന്താ പറയുക, കുറേ റിപ്പീറ്റ് ചെയ്ത് ഹൈഡ്രോ കാർബൺ എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് പറയണത്. ഈ CH ട്രിപ്പിൾ ബോണ്ട് CHനെ പറയുന്ന പേരാണ് ഈഥൈൻ. ഈഥൈനെ പറയുന്ന മറ്റൊരു പേരാണ് അസെറ്റിലിൻ.
ഈ അസറ്റിലിനെ നമ്മൾ റെഡ് ഹോട്ട് അയണിലൂടെ പാസ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഈ അസറ്റിലിനെ നമ്മൾ റെഡ് ഹോട്ട് അയണിലൂടെ പാസ് ചെയ്താൽ അവിടെ നമുക്ക് ബെൻസീൻ കിട്ടും, ബെൻസീൻ ഫോം ചെയ്യും. അപ്പോൾ ഇവിടെ ഇതിനെ റെഡ് ഹോട്ട് അയണിലൂടെ പാസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ബെൻസീനാണ്. ഇതൊരു റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഹൗ ക്യാൻ യു കൺവേർട്ട് അസറ്റിലൈൻ ടു ബെൻസീൻ? ഇനി ഇവിടെ നമുക്കറിയാലോ മാർക്കോണിക്കോഫ് റൂൾ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഭവമാണ്. മാർക്കോണിക്കോഫ് റൂളിൽ പറയുന്നത് അൺസിമെട്രിക് ആൽക്കീനും അൺസിമെട്രിക് റിയേജൻറ്റും തമ്മിൽ റിയാക്ട് ചെയ്യുന്ന സമയത്ത് പറയണം അൺസിമെട്രിക് ആൽക്കീനും അൺസിമെട്രിക് റിയേജൻറ്റും തമ്മിൽ റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ എവിടെയാണോ കൂടുതൽ കാർബൺ ഉള്ളത്, കൂടുതൽ കാർബണുള്ള ഹൈഡ്രജൻ ഏതാണോ അതിൻ്റെ അടുത്തേക്ക് പോസിറ്റീവ് പാർട്ടുള്ള റിയേജൻറ്റ് പോവും. ഇതിനെ പറയുന്ന പേരാണ് എന്ത്? മാർക്കോണിക്കോഫ് റൂൾ. അടുത്തത് ഓസോണോളിസിസ് ആണ്. ഓസോണോളിസിസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഓസോണോയിഡ് ഫോം ചെയ്യുന്ന റിയാക്ഷനാണ്. ആ സംഭവം എന്തായാലും പഠിച്ചിട്ട് വേണം നമ്മൾ എക്സാമിന് പോകാൻ. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, C6H6 ക്രോമിയം ഓക്സൈഡ് ആയിട്ടോ അല്ലെങ്കിൽ വനേഡിയം ഓക്സൈഡുമായിട്ടോ അല്ലെങ്കിൽ മോളിബ്ഡിനം ഓക്സൈഡുമായിട്ടോ ഈ ടെമ്പറേച്ചറും ഈ പ്രഷറുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു ചോദിച്ചാൽ അവിടെ ഇതിൻ്റെ C6H6 അല്ല H14 ഓക്കെ ഹെക്സൈൻ, ഈ ഹെക്സൈനിൻ്റെ ആരോമാറ്റിക് കോമ്പൗണ്ട് ആയിട്ടുള്ള C6H6 അതായത് ഇവിടെ ബെൻസീൻ ഫോം ചെയ്യും. എന്നാൽ ഇവിടെ ഉള്ളത് അതായത് ഇവിടെ നടന്നത് ആരോമാറ്റൈസേഷനാണ്. ഇവിടെ C6H14 അൺഹൈഡ്രസ് AlCl3HClയുമായി റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ നടക്കുന്നത് ഐസോമറൈസേഷൻ ആയിരിക്കും. 2-methyl പെൻറ്റൈനും 3-methyl പെൻറ്റൈനും ആയിരിക്കും ഇവിടെ ഫോം ചെയ്യുന്നത്. അടുത്തതിൻ്റെ കുട്ടികൾ നോക്കുന്നത് വുഡ്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ആൽക്കൈൽ ഹാലൈഡ് മെറ്റാലിക് സോഡിയായിട്ട് ഈഥറിൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുന്ന റിയാക്ഷന് പറയുന്ന പേരാണ് വുഡ്സ് റിയാക്ഷൻ. അവിടെ എത്ര എന്താ പറയുക കാർബൺ ഉണ്ടായിരുന്നു അതിൻ്റെ ഡബിൾ കാർബണുള്ള ആൽക്കെയിന് ഫോം ചെയ്യും. വുഡ്സ് റിയാക്ഷൻ എന്തായാലും പഠിച്ചിട്ടുണ്ടാവണം. അതുപോലെ തന്നെ വേറെ ലാസ്റ്റ് വൈൻഡപ്പ് ചെയ്യാണ് അവസാനമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടെയാണ് ഞാൻ പറയുന്നത്. CH3CH2Cl ഈ സാധനം എന്ന് പറയുന്നത് ഒരു ഹാലോ ആൽക്കെയിൻ ആണെന്ന് നമുക്കറിയാം. ഇനി ഇത് റിയാക്ട് ചെയ്തത് അക്വസ് KOHമായിട്ടാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ Clനെ മാറ്റിയിട്ട് അവിടെ OHനെ ചേർത്ത് കൊടുക്കുക. എന്നാൽ ഈ സാധനം റിയാക്ട് ചെയ്തത് ആൽക്കഹോളിക് KOHമായിട്ടാണെങ്കിൽ ഇതാണ് നമ്മൾ എന്തായാലും പഠിക്കുന്നത്. ആൽക്കഹോളിക് KOHമായി ഇവിടെ റിയാക്ട് ചെയ്യുമ്പോൾ ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ നടക്കും. അതായത് ഹാലജൻ കണക്ട് ചെയ്തിട്ടുള്ള ഈ കാർബൺ ആൽഫ, തൊട്ടടുത്ത പൊസിഷനിലുള്ള കാർബൺ ബീറ്റ. ആൽഫ പൊസിഷനിൽ നിന്ന് ഈ ഹാലജൻ പോവും, ബീറ്റ പൊസിഷനിൽ നിന്ന് ഈ ഹൈഡ്രജൻ പോവും. അങ്ങനെ അവിടെ എന്ത് ഫോം ചെയ്യും? ഡബിൾ ബോണ്ടുള്ള ആൽക്കീൻ, അതായത് ഇവിടെ പറയുകയാണെങ്കിൽ ഈഥീൻ ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് കെമിസ്ട്രിയിലെ ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസും അതിനെ നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ള ഒരു ഷോർട്ട് മെത്തേഡാണ്. അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൽ ഇമ്പോർട്ടൻ്റ് എന്നുള്ളതാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഈ ഭാഗങ്ങളൊക്കെ നിർബന്ധമായി നോക്കിയിട്ട് വേണം നമ്മൾ എക്സാമിന് പോകാൻ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.